പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവം ദൈവസഭയോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇതാണ്: പരിജ്ഞാനത്താൽ പണിയുക, എങ്കിൽ ജീവിതം മനോഹരമാകും. ഭോഷത്വത്താൽ പണിതാൽ നാം തന്നെ നമ്മുടെ ജീവിതത്തെ ഇടിച്ചു കളയും. അതുകൊണ്ട് എല്ലാവരും പരിജ്ഞാനത്താൽ പണിയുവാൻ, എല്ലാ ബാലനും ബാലികയും അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും എല്ലാ കാരണവന്മാരും സകലരും പരിജ്ഞാനത്താൽ പണിത ഈവൻ ദൈവദാസന്മാരും നമ്മുടെ ജീവിതം മനോഹരമാകും, അല്ല എങ്കിൽ തകർക്കപ്പെടുവാനിടയാകും. So the topic of today's message is build wisely, then your life shall be filled with happiness, but foolishness will destroy us. പ്രിയ സഹോദരങ്ങളെ, സദൃശ്യമാക്കി 24 അധ്യായം 3-4 വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി, ഒരു ബിസിനസ്, ഒരു ആത്മീയ ജീവിതം, ഒരു കുടുംബ ജീവിതം, ഒരു സഭാ ജീവിതം ഒക്കെ മനോഹരമാകുന്നതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ ഉപയോഗിക്കണം. ദൈവത്തിൻ്റെ വചനം ഹോശേയ 4:6 പറയാണ്, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ജനം നശിച്ചു പോകുന്നു. ദൈവത്തിൻ്റെ ജനം നശിച്ചു പോകുന്നതിന് കാരണം പുരോഹിതന്, അവരെ നയിക്കുന്ന പുരോഹിതന് പരിജ്ഞാനമില്ല. അപ്പോൾ പരിജ്ഞാനമില്ലാത്ത പുരോഹിതൻ്റെ പുറകെ പോയാൽ ആ ജനം നശിച്ചത് തന്നെ. അപ്പോൾ ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ, ഈ സിസ്റ്റം വായിക്കുമ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ കാണാം: ജ്ഞാനം, വിവേകം, പരിജ്ഞാനം. ഇതിൽ പരിജ്ഞാനമല്ല ഒന്നാമത്തെ സ്റ്റെപ്പ്, ജ്ഞാനമാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് വിവേകമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് പരിജ്ഞാനം. ആ മൂന്നാമത്തെ സ്റ്റെപ്പായ പരിജ്ഞാനം നമുക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പായ ജ്ഞാനം കറക്റ്റായിട്ട് കിട്ടണം. കാരണം ജ്ഞാനം അപ്ലൈ ചെയ്യുന്നതിൻ്റെ പേരാണ് പരിജ്ഞാനം. ഹല്ലേലൂയ. ജ്ഞാനം തന്നെ കിട്ടിയത് തെറ്റാണെങ്കിൽ നാം ചെയ്യുന്നതൊക്കെ തെറ്റായിരിക്കും. So if you read the book of Proverbs chapter 24 verse 3 onwards, here it says how to build a house, how to build a church, how to build a family, and you should build with wisdom. If you do not build it, then it will not endure. And as the book of Hosea says, my people are destroyed for lack of knowledge. And so wisdom and knowledge is very important. Here we speak about 3 things, and that is wisdom, knowledge, and the application of wisdom, because only by these 3 will you be able to build successfully. പ്രിയ സഹോദരരെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഓൺലൈനിലായിരിക്കും, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എക്സാമ്പിൾ പറയാം. ജ്ഞാനം കൊണ്ട് വീട് പണിയുന്നു, അവിടെ എഴുതിയിരിക്കുകയാണ് ഇല്ലേ? ശ്രദ്ധിക്കുക: ഇഷ്ടിക, മെറ്റൽ, ചരള്, സിമെന്റ്, കമ്പി കൊണ്ട് വീട് പണിയുന്നു. പിടുത്തം കിട്ടിയ ജ്ഞാനം കൊണ്ട് വീട് പണിയുന്നു. ഈ പുസ്തകം നിറയെ ജ്ഞാനമാണ്. വീട് പണിയാനുള്ളത് മൊത്തം ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ നമുക്ക് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. കാരണം ഇത് പുസ്തകത്തിൻ്റെ ഉള്ളിലല്ലേ. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാണ് വീട് പണിയുന്നത്. ദാ ഇഷ്ടിക, ചരള്, മെറ്റല്, കമ്പി, സിമെന്റ് കൊണ്ട് വീട് പണിയാം. ഇനി വീട് പണിയാം, പക്ഷെ എപ്പോഴത് സ്ഥിരമായി വരുന്നേ? ദൈവത്തിന്റെ വചനം പറയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. കണ്ടോ? അതെടുത്ത് പണിയാനുള്ള വിവേകം വേണം. അതായത് ഈ ജ്ഞാനം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് മാത്രം കഴിയില്ല. ഇത് നമ്മുടെ ഉള്ളിൽ വിവേകം, ഇംഗ്ലീഷിലെ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ എന്തിൻ്റെ അണ്ടറിലാണോ നിൽക്കുന്നത്, അതാണ് അണ്ടർസ്റ്റാൻഡിങ്. എന്തിൻ്റെ അണ്ടറിൽ? ഇതാണ് കർത്താവ് യേശു പറഞ്ഞ, ഞാൻ ഈ പറഞ്ഞ വചനങ്ങള് അത് നിന്റെ അണ്ടർസ്റ്റാൻഡിങ് ആയെങ്കിൽ, അതായത് അത് നിന്റെ ഫൗണ്ടേഷൻ ആണെങ്കിൽ നീ വീഴത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ജ്ഞാനം നമുക്ക് എന്തായി മാറണം? വിവേകമായി മാറണം. അത് പുസ്തകത്തിലിരുന്നാൽ പോരാ, നമ്മളുടെ ഹൃദയത്തിലിരിക്കണം. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ വീട് പണിയാം. പിടുത്തം കിട്ടിയ? അപ്പോൾ ഇത് കൊണ്ട്, ഈ കമ്പി, സിമെന്റ്, ഇതെല്ലാം കൊണ്ട് നീ വീട് പണിയുക. അപ്പോൾ വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. പിടുത്തം കിട്ടിയോ? ഇനി ഈ വിവേകം നമ്മുടെ അകത്തുണ്ട്, പക്ഷെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. ജീവിതത്തിൽ അകത്തുണ്ട്, അപ്ലൈ ചെയ്യുന്നില്ല. ഇത് അപ്ലൈ ചെയ്താൽ അത് മനോഹരമായ വീടായി മാറും. അതിൻ്റെ ഉള്ളിൽ നിറയെ വില പിടിച്ച സാധനങ്ങളെല്ലാം കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഒരു ഭവനമായി മാറും. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ജ്ഞാനം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് നാം മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് വിവേകമായി അതിൻ്റെ അണ്ടറിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ഹല്ലേലൂയ. തുടർന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം അത് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനിൽ ഒന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരാൾ ചൂടായി നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ കളി തമാശ പറയാൻ പോകരുത്, അവിടെ ഒന്നും പറയാൻ നിൽക്കരുത്. അവർക്ക് വേണ്ടി ഹൃദയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഇനി ഏതെങ്കിലും രീതിയിൽ ഒരല്പം കത്തുകയാണ്, പെട്രോൾ എടുത്ത് ഒഴിക്കരുത്, ഒരല്പം വെള്ളം ഒഴിക്കാൻ കഴിഞ്ഞാൽ നല്ലതാ. സൗമ്യതയുടെ വാക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയുക, അല്ലെങ്കിൽ മിണ്ടാതെ അങ്ങ് മാറി നിൽക്കുക. ആൾ തണുക്കുമ്പോൾ സംസാരിക്കുക. മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്നതാണ് പരിജ്ഞാനം. പിടുത്തം കിട്ടിയോ? അത് ജ്ഞാനം അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ അനുദിന ജീവിതം മനോഹരമാകും. പലപ്പോഴും കുടുംബകാലത്തിൻ്റെ കാരണം എന്താണ്? ഭർത്താവ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ആ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഈ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ പറയേ, നീ ഒന്ന് പോകുന്നുണ്ടോ? എന്ത്? ഞാനവിടെ പോകാൻ? നിങ്ങൾ പറഞ്ഞാൽ മതിയാവൂ. പിന്നെയാണ് കൈയാണ് അല്ലെങ്കിൽ കാലായിരിക്കും വരുന്നത്. ഒരൊറ്റ അടി
പല്ല് 3 താഴെ, അല്ലെങ്കിൽ ഇതാ ഭാര്യ കിടക്കാൻ പെട്ടി എടുത്തുകൊണ്ട് വീട്ടിലേക്ക്. വിവേകം വേണം, റൈറ്റ് ആയിട്ടുള്ള. അതായത് ദൈവത്തിൻ്റെ വചനം പറയാണ്, തക്ക സമയത്തെ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. അതായത് റൈറ്റ് ആയിട്ട് വേണം ഈ ജ്ഞാനം അപ്ലൈ ചെയ്യാൻ. ജ്ഞാനം അപ്ലൈ ചെയ്യുന്നതിൻ്റെ പേരാണ് പരിജ്ഞാനം. So here in the image we have few materials used for building a house. We had gravel, we had bricks, we had sand, we had metal beams, metal rods. So all these are used for building the house, and here by wisdom a house is built. So this is equivalent to wisdom, and the Bible in your hand is filled with wisdom. But just because it's there in the Bible does not mean that it will be useful to you, and for that you need understanding. And understanding is to take that wisdom into your mind and understand it. And that is how it is through understanding that you would actually, the house is established. You are using this wisdom to build house. And finally, the understanding that in your mind you need to apply it outside, and by doing so you would build a beautiful house as is seen in the image, and you'll be filling it with all the good things. And that's how you should go about in your spiritual life as well. And if a person is, be it in spiritual life, be it in family life, you should take that seriously. Because for example, if a person is angry, it is wise not to speak to him. If you are able to speak calmly, if you are able to calm him down, yes, then you can speak. Otherwise you shouldn't even speak to him. You shouldn't try to do anything that would inflame him. By doing so, we have family disputes where husband and wife, they speak at the inappropriate time when the other person is angry, and it results in the family breaking. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പറയുന്ന മറ്റൊരു കാര്യം കേട്ടോ. അതായത് സദൃശവാക്യം 3-ാം അധ്യായം പറയാണ്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമ്മളുടെ വിവേകത്തിൽ ഊന്നരുത്. ഇത് ഉപയോഗിക്കാം, ഇതിനെ ആശ്രയിക്കരുത്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, മറ്റൊരാളുടെ വിവേകത്തിൽ ഊന്നാൻ പോകരുത്, ദൈവത്തിൻ്റെ വിവേകത്തിൽ ഊന്നുക. ഇത് നമ്മൾ അപ്ലൈ ചെയ്തോളണം. സ്വന്തം വിവേകത്തിൽ നമ്മൾ മൂവ് ചെയ്യരുത്. ഹവ്വ ആരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മൂവ് ചെയ്തതെന്നറിയോ? പിശാചിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ആദം ആരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മൂവ് ചെയ്തതെന്നറിയോ? ഹവ്വയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ. രണ്ടും തെറ്റാണ്. പക്ഷെ മൂവ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു. എൻ്റെ മോനെ, എൻ്റെ മോളെ, നീ ആരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മൂവ് ചെയ്യണം? നിൻ്റേതാണോ അതോ നിൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ ആണോ? രണ്ടും തെറ്റാണ്. ആദത്തെ വീഴിക്കാൻ ഇടയായത് ഹവ്വയുടെ അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ഹവ്വയുടെ അണ്ടർസ്റ്റാൻഡിങ് മൂവ് ചെയ്യരുത്, ദൈവത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് മൂവ് ചെയ്തോ. ഹവ്വയെ വീഴിച്ചത് പിശാചിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങാണ്. നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങാണ്. നിങ്ങൾക്കറിയാമോ സ്പിരിറ്റ് നെറ്റിലൂടെ ആരുടെ അണ്ടർസ്റ്റാൻഡിങ്ങാണ് വരുന്നതെന്ന്? സ്പിരിറ്റ് നെറ്റിലൂടെ നമുക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ഹല്ലേലൂയ. ദൈവപുത്രന്മാരിൽ തൻ്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി എല്ലാ ക്രമീകരണം ചെയ്യുക, ഇതിൽ എൻറോൾ ചെയ്യുക, ഇതിൽ വർദ്ധിക്കുക. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരുവാനിടയാകും. And one thing to note is that you shouldn't lean on your wisdom or your understanding. You should lean on God's wisdom and God's understanding. And you shouldn't lean not just on your wisdom and your understanding. You shouldn't also lean on the wisdom and understanding of say your friend or your neighbor, because all that will lead to destruction. For example, Adam leaned on the understanding of Eve, and Eve leaned on the understanding of Satan. And how did that work out? So in the same manner, the Bible says in the book of Proverbs chapter 3 that you should you should not lean on your understanding, nor should you lean on the understanding of others, but you should lean on the understanding of God. And only by taking such wise actions can you succeed. And this is where the importance of Spirit Net comes in, because if you are part of the Spirit Net, you will get understanding from God on how to deal with certain matters. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളി ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും, പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എല്ലാ അംഗങ്ങളെയും അറിയിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ജീവനും സമാധാനവും ഐശ്വര്യവും എല്ലാ നന്മകളും നിങ്ങളിൽ സമൃദ്ധമായി വാഴുവാൻ ഇടയാകട്ടെ. Greetings of love in the name of Lord God our Father and our Lord and Savior Jesus Christ to everyone listening to this message, those present in this hall as well as listening through other media, especially to the members of the body of Christ. May the life, peace and prosperity from God reign in your life. പ്രിയ സഹോദരങ്ങളെ, ഇന്ന്
ദൈവം ദൈവസഭയോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇതാണ്: പരിജ്ഞാനത്താൽ പണിയുക, എങ്കിൽ ജീവിതം മനോഹരമാകും. ഭോഷത്വത്താൽ പണിതാൽ നാം തന്നെ നമ്മുടെ ജീവിതത്തെ ഇടിച്ചു കളയും. അതുകൊണ്ട് എല്ലാവരും പരിജ്ഞാനത്താൽ പണിയുവാൻ, എല്ലാ ബാലനും ബാലികയും അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും എല്ലാ കാരണവന്മാരും സകലരും പരിജ്ഞാനത്താൽ പണിത ഈവൻ ദൈവദാസന്മാരും നമ്മുടെ ജീവിതം മനോഹരമാകും. അല്ല എങ്കിൽ തകർക്കപ്പെടുവാനിടയാകും. So, the topic of today's message is build wisely, then your life shall be filled with happiness, but foolishness will destroy us. സദൃശവാക്യം 14:1 പറയുന്നത് ഇങ്ങനെയാണ്: വുമൺ യു ആർ എ ബിൽഡർ. സ്ത്രീയെ നീ പണിയുന്നവളാണ്. SA ബിൽഡേഴ്സ്, സ്കൈലൈൻ ബിൽഡേഴ്സ്, കോൺഫിഡൻറ്റ് ബിൽഡേഴ്സ്. വുമൺ യു ആർ എ ബിൽഡർ. നിങ്ങളും പണിയുന്നവരാണ്. മാൻ യു ആർ ഓൾസോ എ ബിൽഡർ. നിങ്ങളും പണിയുന്നവരാണ്. അങ്ങനെ നമ്മളെല്ലാവരും പണിയുന്നവരാണ്. എന്തുകൊണ്ട് പണിയണം? ജ്ഞാനം കൊണ്ട് പണിയണം. ജ്ഞാനം എങ്ങനെയായിട്ട് പണിയണം? പരിജ്ഞാനത്തിലാക്കി പണിയണം. ആ പണിതാൽ നമ്മുടെ ജീവിതം മനോഹരമാകാൻ ഇടയാകും. അല്ല എങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡായി നാം പോകുവാനായിട്ട് ഇടയാകും. So, in the book of Proverbs, chapter 14, verse 1, it says that the wise woman builds her house. So, it says that woman, you are a builder, and not just woman, man, you are also a builder. And to build it, you will need to build it with wisdom. Then you will be successful, else you will be outdated. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ തന്നെയാണ് ആത്മമണ്ഡലത്തിലും നാം പണിയപ്പെടുവാനായിട്ട് ഇടയാകണം. അന്നന്ന് ദൈവം തരുന്ന തക്ക സമയത്തെ ആഹാരം കൊണ്ട് വേണം പണിയാൻ. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു: തക്ക സമയത്ത് ആഹാരവിധം കൊടുക്കുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. അതായത് എല്ലാ സമയത്തും ഒരേ ഫുഡല്ല, ഫുഡ് മാറിക്കൊണ്ടിരിക്കും. ആ ഫുഡ് മാറുന്നതിനനുസരിച്ച് അത് തിരിച്ചറിഞ്ഞിട്ട് ആ ഫുഡ് വേണം കൊടുക്കാൻ. അല്ലാതെ ഇന്നലത്തെ ഫുഡല്ല കൊടുക്കേണ്ടത്, മിനിഞ്ഞാന്നത്തെ ഫുഡല്ല കൊടുക്കേണ്ടത്. ഇപ്പോഴുള്ള ഫുഡ് കൊടുത്ത് ആ ഫുഡ് ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അല്ല എങ്കിൽ അഭിവൃദ്ധി ഉണ്ടാവുകയില്ല. So, in the same manner, we should also build ourselves in the spiritual realm, and the way we build ourselves in the spiritual realm is by taking the timely food. And the word of God says that the wise servant gives timely food to the household. So, you need to give food that is fit for that particular time. You shouldn't give food that is from yesterday or day before yesterday. Only by giving the timely food can you build in the spiritual realm. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊൻ നാരങ്ങ പോലെയാണ്. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ധാരാളം സ്വർണ്ണ ആപ്പിളുകൾ പോലെയാണ് തക്ക സമയത്ത് പറയുന്ന വാക്ക്. ദൈവത്തിൻ്റെ വചനം പറയുന്നു ഫുഡ് ഇൻ ഡ്യൂ സീസൺ. തക്ക സമയത്തെ ആഹാരം വേണം നമ്മൾ കഴിക്കാൻ. അതാണ് നമ്മളെ വളർത്തുന്നത്. നേരത്തെ ആഹാരങ്ങൾ ഒന്നുമല്ല. ഭൗതിക തലത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഇന്ന് പല ബിസിനസ്സുകാരും ഈ ഭൂമിയിൽ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ പണ്ടത്തെ പോലെ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവർ ഒരു കട തുറക്കുന്നു, കടയിൽ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുന്നു, തുടർന്ന് അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ കട അടച്ച് പൂട്ടുന്നു. കാരണം തക്ക സമയത്തെ പരിപാടിയല്ല അവർ ചെയ്യുന്നത്, അവർ ഇന്നലത്തെ പരിപാടിയാണ് ചെയ്യുന്നത്. ഇന്ന് തക്ക സമയത്ത് എന്ത് സംഭവിച്ചു? ഈ സമയത്ത് ഇതാ ഓൺലൈൻ മേഖലകൾ വളർന്ന് കയറി, വെബ്സൈറ്റുകൾ വളർന്ന് കയറി, ഇതാ കാര്യങ്ങളെല്ലാം ഓൺലൈനിലായി. ഈ കാര്യങ്ങളെല്ലാം ഓൺലൈനിലായപ്പോൾ ഇപ്പോഴും അവർ പഴയ സിസ്റ്റം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ കരുതുകയാണ്, ഞങ്ങളുടെ കടയിൽ നിന്ന് ആരും ഒന്നും വാങ്ങിക്കുന്നില്ല, എല്ലാവരും ഓൺലൈനിലാണ്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് ചേട്ടത്തി ഓർത്തോളണേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ചേട്ടത്തി തക്ക സമയത്തെ സംഭവമാണ്, ഫുഡാണ് കഴിക്കുന്നത്. കാര്യം ചേട്ടത്തി ഓൺലൈനിലാണ് എല്ലാ കാര്യങ്ങളും വാങ്ങിക്കുന്നത്. നിങ്ങൾ ആ തക്ക സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പഴയത് വെച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പിന്മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യം: തക്ക സമയത്ത് ആഹാരവിധം കൊടുക്കുന്ന ഭൃത്യൻ ഭാഗ്യവാനാണ്. ആ ഭൃത്യൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. കാരണം അവർക്ക് തക്ക സമയത്ത് ഫുഡ് കിട്ടും. എന്തിനാണ്? ആ ഫുഡ് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഇടയാകണം, എങ്കിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി വരും. So, the word of God says that a timely word is like a golden coin in a silver platter, and this is also applicable in our secular life as well. So, if you look around, there are businessmen who open shops in this modern era, and they say that nobody is buying from my shop, that all these online chains are destroying me. But in reality, that sort of business is from yesterday. If you do that business today, when there is so many online shops, when you can buy everything in online, you may not succeed, and there is no point
in such a case to cry out that nobody is buying from my shop. And so this is the case in secular life, and this is also case in spiritual life as well, as the word of God says that the wise servant gives the timely food appropriate for the seasons to the household. And blessed are the servant who does that, and blessed are the household who receives that. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ഭൂമിയിൽ നിങ്ങൾക്കറിയാം ഓൺലൈൻ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട്? ഏകദേശം ഓൺലൈൻ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് അധികം നാളുകളൊന്നും ആയില്ല അല്ലേ? ടെക്നോളജിക്ക് ഭൂമി തുടങ്ങിയിട്ട് തന്നെ 10-15 വർഷമായുള്ളൂ. ഓൺലൈനിലൊക്കെ എല്ലാം ആരംഭിച്ചിട്ട് ഒരു 15-20 വർഷമൊക്കെ അറൗണ്ട് ഓൺലൈൻ ലെവലിലേക്ക് വന്നിട്ടുള്ളൂ. നിങ്ങൾക്കറിയാമോ, കർത്താവ് സ്വർഗത്തിൽ നമ്മളുടെ ഉടയവൻ ഓൺലൈൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് നിങ്ങൾ ഇതുവരെ അറിഞ്ഞോ? കർത്താവ് ഓൺലൈൻ തുടങ്ങിയിട്ട് 2000 വർഷമായി. നിങ്ങൾ ഇതുവരെ ആപ്ലിക്കേഷൻ പോലും കൊടുത്തോ? ആപ്ലിക്കേഷൻ പോലും കൊടുത്തോ? എന്താ കാര്യം? ടൈമിൽ ഫുഡ് തരാൻ ആളില്ലാതെ പോയി. ഹല്ലേലൂയ! ടൈമിൽ ഫുഡ് തരാൻ ആളില്ലാതെ പോയി. നിങ്ങൾക്കറിയാമോ, ഈ ഭൂമിയിൽ വേൾഡ് വൈഡ് വെബാണെങ്കിൽ ദൈവസന്നിധിയിൽ വേൾഡ് വൈഡ് വെബല്ല, യൂണിവേഴ്സൽ വെബാ. ഹല്ലേലൂയ! ഭൂമിയിൽ എവിടെയെങ്കിലും സർവറിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന കാര്യം, അതായത് ദാറ്റ്സ് എ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, അതിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കാര്യമാണ് ഇതാ എല്ലായിടത്തേക്കും പരക്കുന്നതെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വെബിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്താണോ ചിന്ത അതാണ് ടക്ക് ആത്മാവിൻ്റെ നെറ്റിൽ നമ്മുടെ ഉള്ളിലേക്ക് തെളിഞ്ഞു വരുന്നത്. ഹല്ലേലൂയ! ലോകത്ത് ഇതാ ഇൻ്റർനെറ്റ് ആണെങ്കിൽ ദൈവരാജ്യത്തിൽ സ്പിരിറ്റ് നെറ്റാണ്, ആത്മാവിൻ്റെ നെറ്റ്വർക്കാണ്. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. ഇത് ദൈവം തുടങ്ങിയത് 2000 വർഷം ഇതാ ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂസിലെ യാഗത്തോടു കൂടെ തുടങ്ങിയതാണ് എന്ന് തിരിച്ചറിയുക. എന്നിട്ട് അതിലേക്ക് എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൽ പ്രവേശിച്ച് ഈ നെറ്റ് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലായിരിക്കും. ഹല്ലേലൂയ! ഈ നെറ്റിലെ മോണിറ്റർ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ മോണിറ്റർ അല്ല, ഈ നെറ്റിലെ മോണിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് മോണിറ്റർ. നിങ്ങളിലൂടെ സ്വർഗത്തിലെ ദൈവം ഈ ലോകത്തിലേക്ക് തെളിയപ്പെടും. ഹല്ലേലൂയ! മറ്റേ മോണിറ്ററിലൂടെയാണ് സർവറിലുള്ള തെളിയുന്നതെങ്കിൽ നിങ്ങളിലൂടെ ആയിരിക്കും സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് തെളിയപ്പെടുന്നത്. അതിൻ്റെ പേരാണ് ഇമ്മാനുവൽ. ദൈവം മനുഷ്യരോട് കൂടെ, മനുഷ്യരുടെ മുമ്പിൽ തെളിയപ്പെടും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം ജഡത്തിൽ വെളിപ്പെടും. ആരുടെ ജഡത്തിൽ? ദൈവപുത്രന്മാരുടെ ജഡത്തിൽ. ആരെ പോലെ? ക്രിസ്തുവെ പോലെ. ഹല്ലേലൂയ! അതാണ് സ്പിരിറ്റ് നെറ്റ്, ആത്മാവിൻ്റെ നെറ്റ്. So to take a small detour, just to now we all know that we have internet and world wide web these days, and we all know that these were started like 20, 30, 40 years ago maximum, and not beyond that. But how many of you knows that God has been running such a net for 2000 years now? Have any of you even given application for that? And the net that is what run in this world is world wide web, but the net that God runs is a universal net. We use internet in the secular world, but in God's realm it's spirit net. Here in internet we are able to access information stored in a server somewhere through the internet, but in the spirit net whatever is in God's heart, God's mind is transferred to us who are part of that net. So just like you have monitors in computers that displayed information from a server, the same manner here the monitor is actually you. So whatever is in God's heart is transferred to your mind, your soul, and you display it, and you reveal it, manifest it to the world. And this is called Emmanuel function, and that's the function of the sons of God, to reveal God's will to the world. നിങ്ങൾക്കറിയാമോ ഇൻ്റർനെറ്റിൻ്റെ ഗുണങ്ങൾ അറിയാമോ? ഇതോടൊപ്പം തന്നെ സ്പിരിറ്റ് നെറ്റ് ഗുണങ്ങൾ അറിയണം. വേൾഡ് വൈഡ് വെബിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാവരും മരിച്ചു പോകും. എല്ലാവരും മരിച്ചു പോകും. പക്ഷേ നിങ്ങൾ സ്പിരിറ്റ് നെറ്റ് ഉപയോഗിച്ചാൽ അതിൽ ഓഫറാണ്. ഓഫർ വേണോ? നിങ്ങളൊരിക്കലും മരിക്കത്തില്ല. വേൾഡ് വൈഡ് വെബ് ഉപയോഗിക്കുന്ന എല്ലാവരും മരിച്ചു പോകും. പക്ഷേ സ്പിരിറ്റ് നെറ്റ് ഉപയോഗിക്കുന്നവന് മരണമില്ല. ഹല്ലേലൂയ! കാരണം അവൻ അല്ലെങ്കിൽ അവൾ ദൈവത്തിൻ്റെ ഈ ഭൂമിയിലെ മോണിറ്ററാണ്, ദൈവത്തിൻ്റെ ഈ ഭൂമിയിലെ ഭുജമാണ്. സ്വർഗത്തിലെ ദൈവം ചിന്തിക്കുന്നത് ദൈവം തൻ്റെ ആത്മാവിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കുന്നു.
അവൾ അല്ലെങ്കിൽ അവൻ അത് ഭൂമിയിൽ വെളിപ്പെടുത്തുന്നു. ഇതേപോലെ ദൈവം ഭൂമിയിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ശരീരമായി ആ വ്യക്തി മാറുന്നു. ദൈവത്തിന് മരണമില്ലാത്തത് കൊണ്ട് അവനും മരണമില്ലാതെയായി മാറുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വചനം. 2 Corinthians 2:12 പറയുന്നു, നാമോ ഏത് ഗ്രൂപ്പ്? സ്പിരിറ്റ് നെറ്റിന് അപ്ലൈ ചെയ്തവരെ. യേശു കർത്താവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ, മരണ പുനരുദ്ധാനത്തിലൂടെ മനുഷ്യ മക്കളിൽ നിന്ന് ദൈവമക്കളായവർ. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത്. ഏത് ദൈവം? സ്വർഗത്തിലെ അത്യുന്നതനായ ദൈവം നമുക്ക് നൽകിയത്. അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്വർഗത്തിലെ ദൈവം ചിന്തിക്കുന്നത് എന്താണെന്ന് നമ്മളറിയാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തുവിൽ ദൈവപുത്രന്മാരായ നമ്മുടെ ഉള്ളിൽ തൻ്റെ സ്പിരിറ്റ് നെറ്റ് സെറ്റ് ചെയ്തിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? തുടർന്ന് ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് വെളിപ്പെടും. ഇതിൻ്റെ പേരാണ് വെളിപ്പാട്. ഹല്ലേലൂയ. ആ വെളിപ്പെട്ടത് ദൈവം നമുക്ക് തന്ന ഈ ശരീരത്തിലൂടെ, ഇതിൻ്റെ പേരാണ് മോണിറ്റർ. ഹല്ലേലൂയ. ഈ മോണിറ്ററിലൂടെ ലോകത്തിലേക്ക് വെളിപ്പെടുത്തും. അങ്ങനെ സ്വർഗത്തിൽ ദൈവം നമ്മിലൂടെ ഭൂമിയിൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ ശരീരമായി നമ്മൾ നിലകൊള്ളും. അവർക്ക് മരണമില്ല. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ മരിക്കത്തില്ല, അവൻ ജീവിക്കും. ഹല്ലേലൂയ. ഇതാണ് പുതിയ സൃഷ്ടിയിലെ മർമ്മം, ക്രിസ്തുവിലെ മർമ്മം. So I would start by giving an offer to everyone who uses internet and World Wide Web. Everybody who uses internet and World Wide Web will eventually die. But the offer that is for SpiritNet is that if you use SpiritNet, you will be immortal. You will never die. And the idea of SpiritNet is that God the Father will speak to you through in your heart if you are part of the SpiritNet. If you look the book of 1 Corinthians chapter 2 verse 12, it says, now we have not received the spirit of the world, but the Spirit who is from God, so that we may know the things freely given to us by God. So the purpose of SpiritNet is so that you may know the things that are given to you by God, and whatever thoughts that God has will be transferred to you, and you can manifest to the world. And if you are to become that monitor to the world, monitor of God's information to the world, God will make sure that you are immortal, as the word of God says, as Jesus Christ said, he who believes in me, even though he dies, he will live. And that is the offer that is given to you. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിയണം, ഈ ഒരു സെറ്റപ്പാണ് ക്രിസ്തുവിൽ വർക്ക് ചെയ്തിരുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വർക്ക് ചെയ്തിരുന്ന സെറ്റപ്പാണിത്. സ്വർഗത്തിലെ ദൈവം തൻ്റെ ആത്മാവിലൂടെ ക്രിസ്തുവിൽ വസിക്കുകയും ആത്മാവിലൂടെ ക്രിസ്തുവിൻ്റെ ജഡത്തിലൂടെ ഈ ലോകത്തേക്ക് വെളിപ്പെടുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവം മനുഷ്യരോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് ക്രിസ്തു പേർ വിളിക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ വ്യക്തതയോടെ അറിയണം. ഇത് നമ്മളിലും വർക്ക് ചെയ്യണം. ഇത് നമ്മൾ തിരിച്ചറിയണം, നമ്മളിലും വർക്ക് ചെയ്യണം. ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ചിട്ട് നമ്മളുടെ കാരണവന്മാർ ഇതാ ബൈബിളിലില്ലാത്ത ഒരു ത്രിയേക ദൈവത്തെ സെറ്റ് ചെയ്തതിൻ്റെ കാരണം പോലും ഇതാണ്. ഞാൻ മനസ്സിലാക്കിയ കാരണം അവർക്കിത് മനസ്സിലായില്ല. ഇത് എന്താണ് ഈ സംഭവം എന്ന് അവർക്കിത് മനസ്സിലായില്ല. അവർ എന്ത് ചെയ്തു? സ്വർഗത്തിലെ ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സ്വർഗത്തിലെ ദൈവം പുത്രനായ ക്രിസ്തുവിൽ തൻ്റെ ആത്മാവിൽ വെളിപ്പെട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അവർ ചിന്തിച്ചു, ഇത് ഒരു ദൈവമായി 3 പേര് കൂടി ഒരു പാർട്ട്ണർഷിപ്പ് പോലെ 3 പേര് കൂടി ഒരു ദൈവമാണെന്ന് അവർ പ്രഖ്യാപിച്ചു. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഇതിനെല്ലാം കൂടി ഒന്ന് സമന്വയിപ്പിക്കാനായിട്ട് നോക്കിയതാണ്. സ്വർഗസ്ഥ പിതാവോ കർത്താവോ യേശുവോ ബൈബിളോ ആവശ്യപ്പെട്ടിട്ടില്ലാത്ത, ബൈബിളിലില്ലാത്തൊരു ത്രിയേക ദൈവത്തെ അവർ കൊണ്ടുവന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ അറിവില്ലായ്മയായിരുന്നു. യഥാർത്ഥത്തിൽ ദൈവപുത്രനായ ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ പ്രവർത്തന രീതിയായിരുന്നു അത്. ആ പ്രവർത്തന രീതി തന്നെയാണ് നമ്മുടെയും പ്രവർത്തന രീതി. എന്നാൽ ഇന്ന് അത് അങ്ങനെയല്ല. ഈ അന്ത്യകാലത്ത് ടൈമിലി ഫുഡ് വരുമ്പോൾ അത് അങ്ങനെയല്ല. ദൈവപുത്രനായ ക്രിസ്തുവിലെ പ്രവർത്തന രീതിയാണ്, പിതാവ് പുത്രനിൽ തൻ്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തന രീതിയാണ്. അത് പിതാവിലല്ല, അത് പുത്രനായ
ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ക്രിസ്തുവെ പോലെയാകാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളിലും അതേ പ്രവർത്തന രീതി തന്നെ വേണം എന്ന് അനുശാസിക്കുകയാണ്, പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകും. കാരണം പിന്നെ നിങ്ങളല്ല നിങ്ങളെ ജീവിക്കുന്നത്, നിങ്ങളിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ്. പിന്നെ ക്രിസ്തു അല്ല നിങ്ങൾ ജീവിക്കുന്നത്, ക്രിസ്തുവിൽ ജീവിച്ച സ്വർഗസ്ഥ പിതാവാണ് നിങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ സ്വർഗത്തിലെ നിങ്ങളുടെ ദൈവം നിങ്ങളിലൂടെ ഈ ഭൂമിയിൽ നിങ്ങളുടെ ജഡത്തിലൂടെ വെളിപ്പെടും. ഇതാണ് ഒരു ദൈവപുത്രൻ മനസ്സിലാക്കേണ്ടത്. Now, if you look historically, the name of the person who used the Spirit and this mechanism is Jesus Christ. That's the reason Jesus Christ, the will of the God was transferred to Jesus Christ through Holy Spirit, and He manifested it to the world. That's the reason why Jesus Christ is called, He shall be called Emmanuel. So Jesus Christ is called Emmanuel, which is God with us. And that is the mechanism Jesus Christ used. Unfortunately, many of our ancestors, they couldn't fully understand this mechanism, and that's the reason they came up with the concept of Trinity, where you have Father, Son, and Holy Spirit, and you combine all of them together and create a single God. But that's not how it is. This is the mechanism that is used in Jesus Christ, and in today's world, after Jesus Christ's crucifixion and resurrection, this is the mechanism that will work in us as well. As in, we will be in Jesus Christ, and we will manifest through Jesus Christ's will, and because Jesus Christ has manifest God the Father's will, we will be manifesting the Father's will through Christ towards the world. And that is in Holy Spirit we'll be manifesting this, and this is the mechanism that should work in us. ശ്രദ്ധിച്ചാട്ടെ, പുതിയതായിട്ട് വന്നവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ യോഹന്നാൻ 17:3 ഒന്ന് ശബ്ദമുയർത്തി എന്ന് വായിച്ചാട്ടെ. ജോൺ ചാപ്റ്റർ 17:3. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലെ ചിന്ത എന്താണ് എന്നൊന്ന് വായിച്ചാട്ടെ. യേശു ഏത് ദൈവത്തിലാണ് വിശ്വസിച്ചിരുന്നത്? ത്രിയേക ദൈവത്തിലാണോ അതോ ഏക ദൈവത്തിലാണോ? നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക, വായിക്കാം. ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ശ്രദ്ധിക്കുക, ഇത് യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. തന്നോട്, മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, പിതാവിനോട് പറയുന്നത്. ഏക സത്യ ദൈവമായ അങ്ങയെയും. അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, അതായത് ഹൃദയം നിറഞ്ഞു കവിയെന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ യേശുക്രിസ്തു പിതാവിനെ നോക്കി പറയുകയാണ് ഏക സത്യ ദൈവമായ അങ്ങയെയും. ഉടനെ നമ്മൾ കണ്ടുപിടിച്ചത് ഏക സത്യ ദൈവമല്ല, ത്രിയേക ദൈവമാണ്. ഹല്ലേലൂയ. ഉടനെ നമ്മൾ യേശുവിനെ തിരുത്തണം. യേശുവെ അങ്ങനെയല്ല, യേശുവെ ത്രിയേക ദൈവമാണ്, ഏക സത്യ ദൈവമല്ല. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ആരും യേശുവിനെ തിരുത്താൻ പോകരുത്, നമ്മൾ തിരുത്തപ്പെടുക. 3-ാം നൂറ്റാണ്ടിൽ യേശുവോ പിതാവോ മറ്റാരും പറയാത്ത ഈ കാര്യം നമ്മൾ പറയുന്നുവെങ്കിൽ, നമ്മൾ തിരുത്തപ്പെട്ടില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയില്ല. മനസ്സിലാക്കിയോ? റിസൾട്ട് ഇല്ല. കാരണം തെറ്റായ ഒരു മിഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് റിസൾട്ട് തരികയില്ല. അത് റൈറ്റായിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യുവാനായിട്ട് ഇടയാകണം. അതുകൊണ്ട് എൻ്റെ സബ്ജക്റ്റ് അതല്ല, പരിജ്ഞാനത്താൽ പണിയുക എന്നുള്ളതാണ്. പരിജ്ഞാനത്താൽ പണിയണമെങ്കിൽ അത് 3-ാമത്തെ സ്റ്റെപ്പാണ്. ജ്ഞാനം കറക്റ്റായിട്ട് നമ്മുടെ അകത്ത് വീണെങ്കിൽ മാത്രമേ പരിജ്ഞാനമായ 3-ാം സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റൂ. അല്ല എങ്കിൽ നമുക്ക് പരിജ്ഞാനമായ 3-ാം സ്റ്റെപ്പിൽ എത്താൻ പറ്റില്ല. നമ്മൾ പണിയുന്നതെല്ലാം താഴെ വീഴും. അവസാനം നമുക്ക് തന്നെ വിഷമമാകും, ഞാൻ പണിത് കയറുന്ന ഒന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന്. So in this context, let's read what Jesus Christ described by himself, that which is John chapter 17 verse 3. And he is looking towards heaven and speaking to God the Father, and he is saying, he is filled with the Holy Spirit, and he is saying, and this is eternal life, that they may know you, the only true God, and Jesus Christ whom you have sent. So Jesus Christ is calling his Father the only true God. Now we shouldn't correct Jesus Christ and combine Jesus Christ and Father and Holy Spirit and call them all triune God. So we should get corrected ourselves and follow what Christ said. And so the first step is to be part of this and to understand correctly, so that you may gain wisdom from God. And the second step is to how to use that wisdom, because if you do not build with wisdom, whatever you build will be destroyed, and it will cause grief to you. പ്രിയ സഹോദരങ്ങളെ, സദൃശ്യമാക്കി 24-ാം അധ്യായം 3-4 വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി, ഒരു ബിസിനസ്, ഒരു ആത്മീയ ജീവിതം, ഒരു കുടുംബ ജീവിതം, ഒരു സഭാ ജീവിതം ഒക്കെ മനോഹരമാകുന്നതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ ഉപയോഗിക്കണം. ദൈവത്തിൻ്റെ വചനം
ഹോശേയ 4:6 പറയാണ്, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ജനം നശിച്ചു പോകുന്നു. ദൈവത്തിൻ്റെ ജനം നശിച്ചു പോകുന്നതിന് കാരണം പുരോഹിതന്, അവരെ നയിക്കുന്ന പുരോഹിതന് പരിജ്ഞാനമില്ല. അപ്പോൾ പരിജ്ഞാനമില്ലാത്ത പുരോഹിതൻ്റെ പുറകെ പോയാൽ ആ ജനം നശിച്ചത് തന്നെ. അപ്പോൾ ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ, ഈ സിസ്റ്റം വായിക്കുമ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ കാണാം: ജ്ഞാനം, വിവേകം, പരിജ്ഞാനം. ഇതിൽ പരിജ്ഞാനമല്ല ഒന്നാമത്തെ സ്റ്റെപ്പ്, ജ്ഞാനമാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. 2ാമത്തെ സ്റ്റെപ്പ് വിവേകമാണ്. 3ാമത്തെ സ്റ്റെപ്പാണ് പരിജ്ഞാനം. ആ 3ാമത്തെ സ്റ്റെപ്പായ പരിജ്ഞാനം നമുക്ക് വേണമെങ്കിൽ 1ാമത്തെ സ്റ്റെപ്പായ ജ്ഞാനം കറക്റ്റായിട്ട് കിട്ടണം. കാരണം ജ്ഞാനം അപ്ലൈ ചെയ്യുന്നതിൻ്റെ പേരാണ് പരിജ്ഞാനം. ഹല്ലേലൂയ. ജ്ഞാനം തന്നെ കിട്ടിയത് തെറ്റാണെങ്കിൽ നാം ചെയ്യുന്നതൊക്കെ തെറ്റായിരിക്കും. ഹല്ലേലൂയ. So if you read the book of Proverbs chapter 24 verse 3 onwards, here it says how to build a house, how to build a church, how to build a family, and you should build with wisdom. If you do not build it, then it will not endure. And as the book of Hosea says, my people are destroyed for lack of knowledge. And so wisdom and knowledge is very important. Here we speak about 3 things, and that is wisdom, knowledge, and the application of wisdom. Because only by these 3 will you be able to build successfully. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഒരു സംഭവം പറയാം. പല സംഭവങ്ങളുണ്ട്. പല കുടുംബങ്ങളും കലഹിക്കപ്പെട്ടതും ഇല്ലാതെയായതും പ്രോപ്പറായിട്ട് ജ്ഞാനം അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ്. ഒന്ന്, ജ്ഞാനം നമുക്കുണ്ടാകണം. ഈ പുസ്തകം നിറയെ ഈ വചനം ഒന്ന് വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറേ ക്ലിയർ ആകും. വായിച്ചാട്ടെ അതിൻ്റെ 4-5. സദൃശവാക്യം 24:4. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു, പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതം മനോഹരമാണോ? ആത്മീയ ജീവിതം മനോഹരമാണോ? ഭൗതിക ജീവിതം മനോഹരമാണോ? കുടുംബജീവിതം മനോഹരമാണോ? ഈ ഒരു പ്രിൻസിപ്പിൾ മര്യാദയ്ക്ക് മനസ്സിലാക്കി അപ്ലൈ ചെയ്താൽ മതി. ഹല്ലേലൂയ. ഇത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ എല്ലാം തകർന്നു പോകും. ഒരിക്കൽ ഇടുക്കി പട്ടണത്തിൽ ഒരു സംസാരം നടക്കുക. വലിയ ശക്തനൊന്നുമല്ലാത്തൊരു സാധാരണക്കാരൻ എന്തോ വിഷയത്തിന് അവന് ദേഷ്യം വന്നു. ഈ ദേഷ്യം വന്ന് നിൽക്കുമ്പോൾ ആ ദേശത്തെ ഒരു റൗഡി, ഇവനിങ്ങനെ ദേഷ്യം വന്ന് ഇങ്ങനെ കത്തിയും പിടിച്ച് നിൽക്കുക. സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ, ആ ദേശത്തൊരു റൗഡി, ഞാൻ വെട്ടും എന്ന് പറഞ്ഞ് ഇവൻ നിൽക്കുക. ആ ദേശത്തെ റൗഡി, നീ വെട്ടോടാ എന്ന് പറഞ്ഞ്, ധൈര്യം ഉണ്ടെങ്കിൽ വെട്ടടാ എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിൽ ആ റൗഡിയൊക്കെ നിന്നു. ഈ പാവം പിടിച്ചവൻ കാത്തിയെടുത്തൊരു ഒറ്റ കുത്തു കൊടുത്തു. അന്ന് അവൻ ചത്ത് താഴെ വീണു. എന്താ വിഷയം? ജ്ഞാനവും ഇല്ല, പരിജ്ഞാനവും ഇല്ല. ആദ്യം ജ്ഞാനം വേണം. ആ ജ്ഞാനം ഇവന് വിവേകമായി മാറണം, അണ്ടർസ്റ്റാൻഡിംഗ് ആയി മാറണം. എന്താണത്? ആ അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്: കോപം ജ്വലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിൽ ആ വ്യക്തിയല്ല നിലകൊള്ളുന്നതെന്നും, കോപം ജ്വലിച്ച് നിൽക്കുമ്പോൾ പരുഷമായ വാക്ക് പറഞ്ഞാൽ ആ ജ്വലിച്ചു നിൽക്കുന്ന കോപം വീണ്ടും ജ്വലിക്കുമെന്നും, ആ വ്യക്തി എന്താണ് ചെയ്യുന്നതെന്ന് പിന്നെ ആ വ്യക്തിക്ക് അറിയുകയില്ല എന്നും ഉള്ളൊരു തിരിച്ചറിവുണ്ടായിട്ട് കോപിച്ച് നിൽക്കുന്ന വ്യക്തിയോട് സംസാരിക്കാൻ പോകരുത്. ഇതാണ് വേണ്ടത്. മറ്റൊന്ന്, സദൃശവാക്യം 15 പറയുന്നു, സൗമ്യതയുള്ള വാക്ക് കോപത്തെ ശമിപ്പിക്കുന്നു. ആദ്യം ഈ ജ്ഞാനം ബൈബിളിലുള്ളത് എൻ്റെയും നിങ്ങളുടെയും അകത്ത് വേണം. അപ്പോൾ അതിൻ്റെ പേരാണ് അണ്ടർസ്റ്റാൻഡിങ്, വിവേകം. തുടർന്ന് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വിവേകം അപ്ലൈ ചെയ്യണം. അതിൻ്റെ പേരാണ് പരിജ്ഞാനം. മനസ്സിലായോ? അങ്ങനെ പരിജ്ഞാനത്തോടുകൂടി ഓരോ സാഹചര്യത്തിലും നാം ഇടപെട്ടാൽ കുടുംബജീവിതം തകരത്തില്ല,
സഭാജീവിതം തകരത്തില്ല, ബിസിനസ് ജീവിതം തകരത്തില്ല. നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചത് പണിതെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിജ്ഞാനം നമ്മളെ സഹായിക്കും. So let's start by reading the book of Proverbs chapter 24 verse 3 and 4. By wisdom a house is built, and by understanding it is established, and by knowledge the rooms are filled with all precious and pleasant riches. So here we have three things, which is first is wisdom, and then is understanding, and then is knowledge. And let me explain with an example that happened in the district of Idukki. So there was an individual who for some reason was quite angry, and he was in the street, and he was holding a knife in his hand. He's a common person. He's very angry due to some reason, and he's saying, I am going to stab. At that time, a particular rowdy in that area, a goon in that area, comes up and shouts at him saying, will you stab, will you stab? And the net result was that he stabbed, and that person lost his life. So here we see that the lack of wisdom and understanding and knowledge, which is that first to realize that when a person is angry, it is not him who is working through him. He's no longer thinking correctly, and if we are going to say words that would further enflare him or inflame the anger, that is not the wise thing to do. In the book of Proverbs it says in chapter 14 that a calm word douses anger. So instead of realizing that wisdom, that you shouldn't enflare an already angry individual, that person behaved unwisely, and in the end a life was lost. And that's what we should understand. So firstly, you should have that wisdom, and secondly, you should have the understanding on how to go about doing it. പ്രിയ സഹോദരരെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഓൺലൈനിലായിരിക്കും, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എക്സാമ്പിൾ പറയാം. ജ്ഞാനം കൊണ്ട് വീട് പണിയുന്നു, അവിടെ എഴുതിയിരിക്കുകയാണ്, ഇല്ലേ? ശ്രദ്ധിക്കുക. ഇഷ്ടിക, മെറ്റൽ, ചരള്, സിമൻറ്റ്, കമ്പി കൊണ്ട് വീട് പണിയുന്നു. പിടുത്തം കിട്ടിയ ജ്ഞാനം കൊണ്ട് വീട് പണിയുന്നു. ഈ പുസ്തകം നിറയെ ജ്ഞാനമാണ്. വീട് പണിയാനുള്ളത് മൊത്തം ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ നമുക്ക് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. കാരണം ഇത് പുസ്തകത്തിൻ്റെ ഉള്ളിലല്ലേ. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാണ് വീട് പണിയുന്നത്. ഇഷ്ടിക, ചരള്, മെറ്റല്, കമ്പി, സിമെൻറ്റ് കൊണ്ട് വീട് പണിയാം. ഇനി വീട് പണിയാം, പക്ഷേ എപ്പോഴത് സ്ഥിരമായി വരുന്നേ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. കണ്ടോ? അതെടുത്ത് പണിയാനുള്ള വിവേകം വേണം. അതായത് ഈ ജ്ഞാനം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇത് നമ്മുടെ ഉള്ളിൽ വിവേകം, ഇംഗ്ലീഷിലെ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ എന്തിൻ്റെ അണ്ടറിലാണോ നിൽക്കുന്നത്, അതാണ് അണ്ടർസ്റ്റാൻഡിങ്. ഹല്ലേലൂയ. മനസ്സിലായോ? എന്തിൻ്റെ അണ്ടറിൽ? ഇതാണ് കർത്താവ് യേശു പറഞ്ഞ, ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ അത് നിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആയെങ്കിൽ, അതായത് അത് നിൻ്റെ ഫൗണ്ടേഷൻ ആണെങ്കിൽ നീ വീഴത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ജ്ഞാനം നമുക്ക് എന്തായി മാറണം? വിവേകമായി മാറണം. അത് പുസ്തകത്തിലിരുന്നാൽ പോരാ, നമ്മളുടെ ഹൃദയത്തിലിരിക്കണം. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ വീട് പണിയാം. പിടുത്തം കിട്ടിയ? അപ്പോൾ ഇതുകൊണ്ട്, ഈ കമ്പി, സിമെൻറ്റ്, ഇതെല്ലാം കൊണ്ട് എന്ത് ചെയ്യുക? വീട് പണിയുക. അപ്പോൾ വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. പിടുത്തം കിട്ടിയോ? ഇനി ഈ വിവേകം നമ്മുടെ അകത്തുണ്ട്, പക്ഷേ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല ജീവിതത്തിൽ. അകത്തുണ്ട്, അപ്ലൈ ചെയ്യുന്നില്ല. ഇത് അപ്ലൈ ചെയ്താൽ അത് മനോഹരമായ വീടായി മാറും. അതിൻ്റെ ഉള്ളിൽ നിറയെ വില പിടിച്ച സാധനങ്ങളെല്ലാം കൊണ്ട് നിറഞ്ഞ മനോഹരമായൊരു ഭവനമായി മാറും. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ജ്ഞാനം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് നാം മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് വിവേകമായി അതിൻ്റെ അണ്ടറിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ഹല്ലേലൂയ. തുടർന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം അത് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനിൽ ഒന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരാൾ ചൂടായി നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ കളിതമാശ പറയാൻ പോകരുത്, അവിടെ ഒന്നും പറയാൻ നിൽക്കരുത്. അവർക്ക് വേണ്ടി ഹൃദയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഇനി ഏതെങ്കിലും രീതിയിൽ ഒരല്പം കത്തുകയാണ്, പെട്രോൾ എടുത്ത് ഒഴിക്കരുത്, ഒരല്പം വെള്ളം ഒഴിക്കാൻ കഴിഞ്ഞാൽ നല്ലതാ. സൗമ്യതയുടെ വാക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയുക, അല്ലെങ്കിൽ മിണ്ടാതെ അങ്ങ് മാറി നിൽക്കുക. ആൾ തണുക്കുമ്പോൾ സംസാരിക്കുക. മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്നതാണ് പരിജ്ഞാനം. പിടുത്തം കിട്ടിയോ? അത് ജ്ഞാനം അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ
നമ്മുടെ അനുദിന ജീവിതം മനോഹരമാകും. പലപ്പോഴും കുടുംബകലത്തിൻ്റെ കാരണം എന്താണ്? ഭർത്താവ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ആ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഈ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ പറയ്, നീ ഒന്ന് പോകുന്നുണ്ടോ? എന്ത് ഞാനവിടെ പോവാൻ? നിങ്ങൾ പറഞ്ഞാൽ മതിയാവോ? പിന്നെയാണ് കൈയാണ് അല്ലെങ്കിൽ കാലായിരിക്കും വെറുതെ ഒരൊറ്റയടി, പല്ല് 3 താഴെ. അല്ലെങ്കിൽ ഭാര്യ കിടക്കാൻ പറ്റി എടുത്തുകൊണ്ട് വീട്ടിലേക്ക്. വിവേകം വേണം, റൈറ്റ് ആയിട്ടുള്ള. അതായത് ദൈവത്തിൻ്റെ വചനം പറയണം, തക്ക സമയത്തെ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. അതായത് റൈറ്റായിട്ട് വേണം ഈ ജ്ഞാനം അപ്ലൈ ചെയ്യാൻ. ജ്ഞാനം അപ്ലൈ ചെയ്യുന്നതിൻ്റെ പേരാണ് പരിജ്ഞാനം. So here in the image we have few materials used for building a house. We had gravel, we had bricks, we had sand, we had metal beams, metal rods. So all these are used for building the house. And here by wisdom a house is built. So this is equivalent to wisdom, and the Bible in your hand is filled with wisdom. But just because it's there in the Bible does not mean that it will be useful to you. And for that you need understanding. And understanding is to take that wisdom into your mind and understand it. And that is how it is through understanding that you would actually, the house is established. You are using this wisdom to build house. And finally, the understanding that in your mind you need to apply it outside, and by doing so you would build a beautiful house as is seen in the image, and you'll be filling it with all the good things. And that's how you should go about in your spiritual life as well. And if a person is, be it in spiritual life, be it in family life, you should take that seriously. Because for example, if a person is angry, it is wise not to speak to him. If you are able to speak calmly, if you are able to calm him down, yes, then you can speak. Otherwise you shouldn't even speak to him. You shouldn't try to do anything that would inflame him. By doing so, we have family disputes where husband and wife, they speak at the inappropriate time when the other person is angry, and it results in the family breaking. എല്ലാ ഭാഗങ്ങളും തൊട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഡീപ്പായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ പലരും ആത്മീയമായിട്ട് വളരാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ അകത്ത് കിട്ടിയ ജ്ഞാനം തന്നെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിച്ചിരിക്കുക. നിങ്ങൾ ഒരു ദിവസം ഇവിടെ കേൾക്കും, എന്നിട്ട് പോകുന്ന വഴിക്ക് വണ്ടിയിലിട്ടുകൊണ്ട് വേറെ ആളെ കേൾക്കും, വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ ആളെ കേൾക്കും, രാത്രിയിൽ വേറെ കേൾക്കും. നിങ്ങൾക്കറിയോ, ഓരോ വാക്കുകളും ഓരോ വഴിയാണ്. ഇവിടെ വെച്ച് ഒന്ന് കേട്ടു 1 വഴി, വണ്ടിയിൽ വെച്ച് വേറെ ആളെ കേട്ടു 2 വഴി, വീട്ടിൽ ചെന്നപ്പോൾ വേറെ ആളെ കേട്ടു 3 വഴി, രാത്രിയിൽ വേറൊരെണ്ണം കേട്ടു 4 വഴി. 2 വഴിയായാൽ തന്നെ അസ്ഥിരനായി. അപ്പോൾ പിന്നെ 4 വഴിയായുള്ള കാര്യം പറയണോ? ഇരുമനസ്സുള്ളവൻ തൻ്റെ സകല വഴികളിലും അസ്ഥിരനാ. നിങ്ങൾക്ക് പിന്നെ കയറി പോകാൻ പറ്റത്തില്ല. നിങ്ങൾ വീണത് തന്നെയാണ്, നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. നിങ്ങൾ എത്ര നാൾ കിടന്നോ തുഴഞ്ഞോ, നിങ്ങൾ കയറാൻ പറ്റത്തില്ല. ബ്രദറെ, എനിക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റുന്നില്ല. ബ്രദറെ, സിസ്റ്ററെ, എനിക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റുന്നില്ല. ഒരു കാര്യമില്ല. ഒന്ന്, എന്താണ് റൈറ്റ് എന്ന് ആദ്യം തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാൽ അതിൽ മാത്രം സ്റ്റേ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരേ ഒരു കാര്യമാണ് കർത്താവായ യേശു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നമ്മളോട് അന്വേഷിക്കുന്നത്. ഇങ്ങനെയാണ് യേശു അന്വേഷിക്കുന്നത്. നീ ഞായറാഴ്ച പള്ളിയിൽ വന്ന് 4 പാട്ടുപാടി എന്നെ ആരാധിച്ചോ എങ്കിൽ സ്വർഗരാജ്യത്തിൽ കയറാം. അങ്ങനെയാണോ യേശു പറയുന്നത്? നീ ട്രിനിറ്റിയിൽ വിശ്വസിച്ചോ എങ്കിൽ ദൈവരാജ്യത്തിൽ കയറാം. അങ്ങനെയാണോ യേശു പറയുന്നത്? നീ മറ്റ് യേശു നാമക്കാരിൽ അല്ലെങ്കിൽ മോഡറേഷൻകാരിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നീ വിശ്വസിച്ചോ? ഇതല്ല യേശു ചോദിക്കുന്നത്. യേശു ചോദിക്കുന്ന ഒരൊറ്റ കാര്യം, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരാൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നേ. മക്കളെ, യേശു മാർത്തയോട് പറഞ്ഞതെന്ന് പറയട്ടെ. മാർത്തേ മാർത്തേ, എന്തിനിത്ര അധികം? ഇതൊന്നും വേണ്ട, ഒന്നും മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താണ് അവൾ തിരഞ്ഞെടുത്ത അംശം? എൻ്റെ പാദപീഠങ്ങളിലിരുന്ന് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അവൾ തിരിച്ചറിയുക. അത് ഒരെണ്ണം ചെയ്താൽ മതി.
നീ ഇത്രയധികം ഒന്നും ചെയ്യണ്ട, അത് ഒരെണ്ണം ചെയ്യുക, അതിൽ തന്നെ മുറുകെ പിടിക്കുക, അതിൽ വളരുക, നീ വളരും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. യാക്കോബ് 1:8 പറയുകയാണ്, ഇരുമനസ്സുള്ളവനും തൻ്റെ സകല വഴികളിലും അസ്ഥിരൻ. ഈ വാഗ്ദത്തമാണ് പ്രിയ മക്കളെ നിങ്ങളിൽ നല്ലൊരു പങ്കും പ്രാപിച്ചിരിക്കണേ. ഹല്ലേലൂയ. കാരണം നിങ്ങൾക്ക് ഒന്നുകൊണ്ട് മതിയാകുന്നില്ല, അത്രത്തോളം ആത്മീക ദാഹമാണ്. അതുകൊണ്ട് ഇവിടെ കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഇതാ വേറെടുത്ത് പോയി കേൾക്കും, ദാഹം കൂടി, വീണ്ടും ദാഹം കൂടി, അവിടെ പോയി കേൾക്കും. അതുകൊണ്ട് ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ഇനിയെങ്കിലും വിവേകമുള്ളവരായി ദൈവേഷ്ടം പറയുന്നിടത്ത് ഉറച്ചു നിൽക്കുക, എങ്കിൽ നിങ്ങൾ വളരും. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം ഈ ഭൂമിയിലെ ഏതെങ്കിലും സഭയോ സെൽഫ് ഗ്ലോറിയോ അല്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വളർന്ന് സ്വർഗീയ പിതാവിൻ്റെ ഭവനമായി തീരുക എന്നുള്ളതാണ്. So unfortunately, many of our people here, many of the brothers here, they say that, Pastor, I am not growing spiritually, and the reason for that is that you are collecting wisdom from different places. You are collecting from different places. You come to church and listen a message. While going back, you are in your car, you are putting a certain message from certain other people, and then while at home you are listening to other message, and each of these messages are a path in itself. They are all different paths, and now you are confused on what to take, and because of that you are not able to grow. The Bible says that a double-minded person is unstable in all his ways, and that's happening to you. That's the promise to a large number of you. That is being applied to a large number of you, and the message to them is to firstly identify what is the will of God, and secondly follow that will. Secondly, once you are identified that, you stick to that, you hold on to that and grow in that. And as Jesus Christ said to Martha when she asked for Mary to be relieved to do kitchen work, she said, you are confused with a lot. He said, you are confused with a lot of things. A lot is not needed. In fact, a very few is enough. In fact, only one is enough. And Martha has chosen the right path, and it will not be taken from her. So Martha chose the right path of trying to learn about the will of God at the feet of Christ Jesus, and that's what you should also do. ശ്രദ്ധിച്ച് യാക്കോബ് 1:8 ശബ്ദമുയർത്തി വായിച്ച് ജെയിംസ് ചാപ്റ്റർ 1:8. എല്ലാവരും ശ്രദ്ധയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക, എങ്കിൽ ഗുണം കിട്ടും. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിൽ ഒക്കെയും അസ്ഥിരനാകുന്നു. ശ്രദ്ധിക്കുക, ഈ ജ്ഞാനം നമുക്ക് വിവേകമായി മാറട്ടെ. തുടർന്ന് നമ്മൾ അപ്ലൈ ചെയ്യണം. പരിജ്ഞാനം ഇത് അപ്ലൈ ചെയ്യാഞ്ഞതുകൊണ്ടാണ് ആദ്യ കുടുംബം വീണത്. അറിയോ? ആദ്യ കുടുംബം വീണു. ശ്രദ്ധിക്കുക, ദൈവം ആരത്തോട് പറഞ്ഞു, അതുമേ നന്മ തിന്മകളെക്കുറിച്ച് അറിയുന്ന വൃക്ഷം തിന്നരുത്, തോട്ടത്തിൽ ഇന്നതാണ് നിൻ്റെ വേല, അതൊക്കെ ചെയ്യുക. എന്നാൽ ഒരു സംശയവുമില്ല, ഒരു കുഴപ്പവുമില്ല. അവരുടെ ഹൃദയത്തിന് എത്ര വഴികളേ ഉള്ളൂ? ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഹവ പോയി ഒരു കൺവെൻഷന് പോയി. ഇതുകൊണ്ട് മതിയായില്ല, എനിക്ക് ഇനിയും കേൾക്കണം. ബൈബിൾ ക്ലാസ് എടുത്തത് പിശാചാണ്. ആ ക്ലാസ് എടുത്തപ്പോൾ പിശാച് ഇതാ ഒരു വളരെ ആത്മീയത തുളുമ്പുന്ന ഒരു വചനം പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ പോലെയാകും. നിറഞ്ഞു, ആത്മാവിൽ നിറഞ്ഞു, നിങ്ങൾ ദൈവത്തെ പോലെയാകും. പിടുത്തം കിട്ടിയോ? മാത്രമല്ല, ദൈവത്തിനൊരു കുത്തു കൊടുക്കാനും മറന്നില്ല വചനത്തിലൂടെ. എന്താണ്? നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നത് കൊണ്ടാണ് ഇത് തിന്നരുതെന്ന് പറഞ്ഞത്. ഒരു കുത്ത്. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. ഇപ്പം എത്ര വഴിയായി ഉള്ളിൽ? 2 വഴി. നേരത്തെ ഒരാളെ മാത്രമേ കേട്ടുള്ളൂ, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ വേറൊരാളെ കൂടെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ മൊത്തം, പാസ്റ്ററേ അതങ്ങനെയാണാ, പാസ്റ്ററേ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു, അയ്യോ സംശയമായി, 2 വഴിയായി. ഇനി ഒരാളെ കൂടി കേട്ടാലോ, അത് വേറെ വഴിയാകും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണെന്ന് ആദ്യം സത്യമാണെന്ന് ഉറപ്പിക്കുക, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുക. നമുക്ക് വേണ്ടത് അതും ഇതും ഒന്നുമല്ല, ഈ ലോകം കാണിച്ചു തരുന്ന ഒന്നുമല്ല. വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തു എന്ത് ആവശ്യപ്പെട്ടോ അത് മാത്രം മതി, അത് മാത്രം മതി. യേശു ജീവിച്ച് കാണിച്ചത്, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത്. എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത പ്രവൃത്തി പൂർത്തീകരിക്കുന്നതാണ് എൻ്റെ ആഹാരം. ഇത് പറഞ്ഞും തന്നു, ജീവിച്ചും കാണിച്ചു. ഇതിൻ്റെ അപ്പുറം എന്താ വേണ്ടേ? ലോകത്ത് പലതും ഉണ്ടെന്നേ.
ഹല്ലേലൂയ. 10,40,000 ഡിനോമിനേഷൻ, 10,40,000 ടീച്ചിങ് കൊണ്ട് ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്കൊന്നു മതി, യേശു പറഞ്ഞത് മാത്രം. അതുകൊണ്ട് അത് മാത്രം കേട്ടാൽ നിങ്ങൾക്ക് 2 മനസ്സോ 4 മനസ്സോ 10 മനസ്സോ ഉണ്ടാവില്ല. യേശു പറഞ്ഞത് മാത്രം കേൾക്കുക. ഹല്ലേലൂയ. അത് അപ്ലൈ ചെയ്യുക. അതിൻ്റെ പേരാണ് പരിജ്ഞാനം. So here in the book of James 1 chapter 8 it says, being a double-minded man, unstable in all his ways. So if you are double-minded, you would be unstable in all your ways. And one example of this is the story of Adam and Eve. Initially, God said to Adam, do not eat of this fruit, that is the tree of the knowledge of good and evil. And Adam obeyed that. But then later on, Eve went for a Bible convention, and the person who took the Bible class was Satan. And Satan took the Bible class. It was the message for that day was if you eat this fruit, you will also be like God. So it was a very spiritual message. And he also didn't forget to poke God a bit by saying that, God, the reason God has forbidden you is because he knows this. And finally, what came of both Adam and Eve. So in the same manner, it is important that we realize that first of all, what is our fundamental purpose, and that is to do the will of God, as Jesus Christ said. And once you realize that, you follow the message related to that, rather than being unstable in all your ways. And by doing that, you will be able to grow spiritually. പ്രിയ സഹോദരങ്ങളെ, ഇത് കുടുംബജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചോളണം. കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കുക. ഇത് ഹവ്വയുടെ ജീവിതത്തിൽ ഒരു സംശയം വന്നു. അവർ ദൈവത്തെ സംശയിച്ചു. ഇതേപോലെയാണ് കുടുംബജീവിതം തകരുന്നത്. ഇവിടെ ഭർത്താവും ഭാര്യയും വളരെ ശ്രദ്ധിക്കണം. അതായത് 2 പേരുടെ ഉള്ളിലും വിശ്വസ്തത കീപ്പ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അധ്വാനിക്കണം. അതായത് ഭർത്താവ് പോയിട്ട് ഒരു സ്ത്രീയുടെ കാര്യം, ഇതാ പ്രത്യേകിച്ച് തൻ്റെ ഭാര്യയേക്കാൾ സുന്ദരിയായ ഒരു സ്ത്രീയുടെ കാര്യം ഭാര്യയോട് പറയരുത്. ചിലപ്പോൾ ജോലി സ്ഥലങ്ങളിൽ പലരുമായിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. പല വിഷയങ്ങളും ഉണ്ടാകും. അതുപോയി പറയാനായിട്ട് ഇടയാകരുത്. ഇതേപോലെ സഹോദരിമാർ തിരിച്ചും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ വേറൊരു പുരുഷനുമായിട്ട് സംസാരിക്കുന്നതും ഡീൽ ചെയ്യുന്നതും, ഇതാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികം നമുക്കൊരു ആവശ്യം ഇല്ല എങ്കിൽ മാറി നിൽക്കുക. അല്ല, ആവശ്യം ഉണ്ടെങ്കിൽ പോലും ഇതാ ഒഫീഷ്യലായിട്ട് പലതിനും ഡീൽ ചെയ്യുന്നെങ്കിൽ പോലും അത് പോയി ഡിസ്കസ് ചെയ്യുക. ഭർത്താവോട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. കാരണം പലരും പല രീതിയാണ്. ഒരു സംശയം ഒന്ന് സ്പാർക്ക് ചെയ്താൽ മതി, ഉള്ളിൽ ആ സംശയം വളരാൻ തുടങ്ങും. അത് സ്ത്രീയുടെ ഉള്ളിലും വളരും, പുരുഷൻ്റെ ഉള്ളിലും വളരും. അത് വൃക്ഷത്തിൻ്റെ വേര് വളരുന്നത് പോലെയാണ്. അത് വളർന്ന് 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 അനേക കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കും. മനസ്സിലാക്കുക. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഇതാ പുരുഷൻ ഭാര്യയോട് വിശ്വസ്തനായിരിക്കണം, സ്ത്രീയെ ഭർത്താവിനോട് വിശ്വസ്തനായിരിക്കണം. ഇൻ കേസ് നിങ്ങൾ വിശ്വസ്തരായിരുന്നാലോ നിങ്ങൾ ബുദ്ധിമോശം കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ സ്ത്രീയുടെ ഉള്ളിൽ പുരുഷൻ്റെ ഉള്ളിൽ മുളയ്ക്കും. അത് കുടുംബത്തെ തകർത്ത് കളയാനിടയാകും. പുരുഷൻ അല്പം പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ അവളുടെ അടുക്ക പോയതായിരിക്കുമോ എന്നൊരു ചിന്ത. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ഭാര്യ ഒരല്പം മാർക്കറ്റിൽ പോയി താമസിച്ചു, അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ആയിരിക്കും എന്ന ചിന്ത അകത്ത് വരും. ഇത് വളർന്ന് വളർന്ന് ആ കുടുംബത്തെ നശിപ്പിക്കാൻ ഇടയാകും. അതുകൊണ്ട് കുടുംബജീവിതത്തിലായിരിക്കുന്നവർ പരിജ്ഞാനത്തോടുകൂടെ തൻ്റെ ജീവിത പങ്കാളിയുടെ ഉള്ളിൽ സംശയം എന്ന വിത്ത് ഇടാതെ സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. എങ്കിൽ കുടുംബജീവിതം മനോഹരമായി കൊണ്ടുപോകാനുള്ള ഒരു കാര്യം ആണ്. And wisdom is required not just for spiritual life but also for your family life. And it's important that both husband and wife strive to work hard to be faithful to each other. But even beyond that, it's not just important to be faithful to each other but also to be wise. So if you are dealing with a pretty woman in the office, or if you are dealing with a pretty handsome man in the office, there is no need of dealing with them professionally. There is no need of explaining all that, mentioning all that to your spouse, because then there would be a seed of doubt that is planted in the spouse's mind, and it will grow into a tree that will destroy your family life. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പറയുന്ന മറ്റൊരു കാര്യം കേട്ടോ. അതായത് സദൃശവാക്യം 3-ാം അധ്യായം പറയാണ്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമ്മളുടെ വിവേകത്തിൽ ഊന്നരുത്. ഇത് ഉപയോഗിക്കാം, ഇതിനെ ആശ്രയിക്കരുത്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, മറ്റൊരാളുടെ വിവേകത്തിൽ ഊന്നാൻ പോകരുത്.
ദൈവത്തിൻ്റെ വിവേകത്തിൽ ഊന്നുക. ഇത് നമ്മൾ അപ്ലൈ ചെയ്തോളണം. സ്വന്തം വിവേകത്തിൽ നമ്മൾ മൂവ് ചെയ്യരുത്. ഹവ്വ ആരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മൂവ് ചെയ്തതെന്നറിയോ? പിശാചിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ആദം ആരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മൂവ് ചെയ്തതെന്നറിയോ? ഹവ്വയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ. രണ്ടും തെറ്റാ. പക്ഷെ മൂവ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു. എൻ്റെ മോളെ, നീ ആരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മൂവ് ചെയ്യണം? നിൻ്റേതാണോ അതോ നിൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ ആണോ? രണ്ടും തെറ്റാ. ആദത്തെ വീഴിക്കാൻ ഇടയായത് ഹവ്വയുടെ അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ഹവ്വയുടെ അണ്ടർസ്റ്റാൻഡിങ് മൂവ് ചെയ്യരുത്, ദൈവത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് മൂവ് ചെയ്തോണം. ഹവ്വയെ വീഴിച്ചത് പിശാചിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങാണ്. നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങാണ്. നിങ്ങൾക്കറിയാമോ സ്പിരിറ്റ് നെറ്റിലൂടെ ആരുടെ അണ്ടർസ്റ്റാൻഡിങ്ങാണ് വരുന്നതെന്ന്? സ്പിരിറ്റ് നെറ്റിലൂടെ നമുക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ഹല്ലേലൂയ. ദൈവപുത്രന്മാരിൽ തൻ്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി എല്ലാ ക്രമീകരണം ചെയ്യുക, ഇതിൽ എൻറോൾ ചെയ്യുക, ഇതിൽ വർദ്ധിക്കുക. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരുവാനിടയാകും. And one thing to note is that you shouldn't lean on your wisdom or your understanding. You should lean on God's wisdom and God's understanding. And you shouldn't lean not just on your wisdom and your understanding. You shouldn't also lean on the wisdom and understanding of say your friend or your neighbor, because all that will lead to destruction. For example, Adam leaned on the understanding of Eve, and Eve leaned on the understanding of Satan. And how did that work out? So in the same manner, the Bible says in the book of Proverbs chapter 3 that you should you should not lean on your understanding, nor should you lean on the understanding of others, but you should lean on the understanding of God. And only by taking such wise actions can you succeed. And this is where the importance of SpiritNet comes in, because if you are part of the SpiritNet, you will get understanding from God on how to deal with certain matters. ഇനി സുവിശേഷന്മാർക്കൂടി വരുന്നുള്ളു. എങ്ങനെയാണ് പരിജ്ഞാനത്തോടുകൂടി സുവിശേഷം അറിയിക്കേണ്ടത്? പരിജ്ഞാനത്തോടുകൂടി സുവിശേഷം അറിയിക്കേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാ സുവിശേഷന്മാരും ശ്രദ്ധിച്ച് കേൾക്കുക. യഹൂദന്മാരുടെ ഇടയിൽ യഹൂദന്മാരെ പോലെ, ജാതികളുടെ ഇടയിൽ അവരെ പോലെ, അങ്ങനെ ഏതു വിധേനയും ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കണം. അല്ലാതെ ഞാൻ മാറൂല, ഞാനിങ്ങനെ പറഞ്ഞത്, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ, ഞാൻ മാറൂല, അത് വിവരക്കേടാ. സാക്ഷാ കർത്താവ് യേശു കാണിച്ചത് കണ്ടോ? യേശുവിന് അതുകൊണ്ട് ഒരു ഇരട്ടപ്പേരും കിട്ടി. യേശുവിൻ്റെ ഇരട്ടപ്പേര് എന്നാണെന്നറിയാമോ? യേശുവിൻ്റെ ഇരട്ടപ്പേരെന്താ? നാട്ടുകാരിട്ട് കൊടുത്തേ. വേശ്യകളുടെയും ചുങ്കക്കാരനുടെയും സ്നേഹിതൻ. മനസ്സിലായോ? എന്താ കാര്യം? നമ്മളെപ്പോലെ കീപ്പ് ചെയ്യാഞ്ഞതുകൊണ്ടാണ്. യേശുക്രിസ്തു വേശ്യരോട് പോയിരിക്കും. അവരിൽ ഒരാളാകാൻ വേണ്ടിയല്ല, അവരെയും കൂടി രക്ഷിച്ചു കൊണ്ടുപോകാനാണ്. ചുങ്കക്കാരുടെ കൂടെ പോയിരിക്കും. അവരിൽ ഒരാളാകാൻ വേണ്ടിയല്ല, അവരെയും രക്ഷിച്ചു കൊണ്ടുപോകാനാണ്. നമ്മൾ സമ്മതിക്കുമോ? ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെ, അങ്ങനെ തന്നെ പറയണം. നോ. യേശു പരിജ്ഞാനത്തോട് പ്രവർത്തിച്ചതുപോലെ നമ്മളും പരിജ്ഞാനത്തോടുകൂടി പ്രവർത്തിക്കണം. വേശ്യയാകാനല്ല, ചുങ്കക്കാരനാകാനല്ല, വേശ്യയും ചുങ്കക്കാരനെയും ദൈവത്തിൻ്റെ മക്കളാക്കാൻ. And this application of wisdom and understanding is also required for evangelists when they are proclaiming the word of God. The word of God says, Paul says that to Greek I was like Greeks, and to Jew I was like Jews. So as to pull people from fire in some way and bring them and present them before the presence of God. So for the sake of pulling people out of fire, Paul was like a Greek to the Greek, like a Gentile to the Gentile and a Jew to the Jews. In the same manner, we should also be like that. And this is also seen in the life of Jesus Christ. And because of that, Jesus Christ got a nickname, which is that he is the friend of prostitutes and tax collectors. Why? Because Jesus Christ sat with them
and not to engage in any of these activities, but to pull each of them out of the fire and to purify them and place them before God the Father. And we should also be wise. We should also apply this wisdom and understanding in our life so as to win souls. ഇനി ഇതൊന്ന് മനസ്സിലാക്കാൻ സുവിശേഷകർ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. പൗലോസിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഈവൻ ഞാൻ മനസ്സിലാക്കിയത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന അവർ പോലും ഇത് അവരുടെ സബ്ജക്റ്റിലുണ്ടെന്ന് ഞാൻ ഒരിക്കൽ കേൾക്കാനായിട്ട് ഇടയാകും. ഒരു ഫേമസ് മെസ്സേജാണ് തൻ്റെ ഏതൻസിലുള്ള ഒരു ഫേമസ് മെസ്സേജ്. താൻ ഏതൻസിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. മൊത്തം വിഗ്രഹം. പഴയ ഉടമ്പടി പ്രകാരം വിഗ്രഹം ഉണ്ടാക്കരുത്, വിഗ്രഹം ഉണ്ടാക്കുന്നത് പാപമാണ്, നിന്റെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. പൗലോസിന് ഇത് കണ്ടിട്ടങ്ങ് ചൂട് പിടിച്ചു. മൊത്തം വിഗ്രഹം, മൊത്തം വിഗ്രഹം, മൊത്തം വിഗ്രഹം. പൗലോസിന് ഇത് കണ്ടിട്ടങ്ങ് ചൂട് പിടിച്ചിട്ട് ദൈവകൽപ്പനയുടെ ലംഘന ഈ കാണുന്ന മുഴുവൻ. പൗലോസ് ഏതൻസിലുള്ളവരോട് പറഞ്ഞു, മഹാപാപികളെ, ദൈവകൽപ്പന ലംഘിക്കുകയാണ് നിങ്ങൾ. മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ വഴികൾ നടന്നു കൊള്ളണം. വിഗ്രഹാരാധന പാപമാണെന്ന് അറിയത്തില്ലയോ എന്നല്ല പറഞ്ഞേ. മനസ്സിലായ? സുവിശേഷർ ശ്രദ്ധിക്കുക, വിവേകം, പരിജ്ഞാനം ഉപയോഗിക്കുക. ഏതു വിധേനയും ചിലരെ രക്ഷിച്ചു കൊണ്ടുപോകണം. മനസ്സിലായോ? പകരം അദ്ദേഹം പറഞ്ഞു, ഏതൻ നിവാസികളെ, ഞാൻ ഒന്നറിയുന്നു, നിങ്ങളെല്ലാം വലിയ ഭക്തന്മാരാണ്. ആർക്കെങ്കിലും ദേഷ്യം വരുമോ? ആർക്കെങ്കിലും ദേഷ്യം വരുമോ? ആർക്കും ദേഷ്യം വരില്ല. ഞാനിവിടെ ചുറ്റും നടന്നപ്പോൾ അനേക വിഗ്രഹങ്ങളെ കണ്ടു. അതിൻ്റെ ഇടയിൽ ഒരു വിഗ്രഹം കണ്ടു, ഒരു കല്ല്. ആ കല്ലിൽ നിങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ് അജ്ഞാത ദേവൻ എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. ഒരു വിഗ്രഹത്തിൻ്റെ പേര് അജ്ഞാത ദേവൻ. നിങ്ങൾ അജ്ഞാത ദേവൻ എന്ന് പേര് വിളിക്കുന്ന ആ കല്ലില്ലേ, ആ അജ്ഞാത ദേവൻ, ആ അജ്ഞാത ദേവനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ അജ്ഞാത ദേവൻ സർവപ്രപഞ്ചം ഉണ്ടാക്കിയ ആളായതുകൊണ്ട്, കണ്ടോ കയറിപ്പോണ പോക്ക്, കണ്ടോ കയറിപ്പോണ പോക്ക്, കണ്ടോ ഇവരെ കൊണ്ടുപോവുക. ആ അജ്ഞാത ദേവൻ സർവപ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ആളായതുകൊണ്ട് മനുഷ്യരുടെ കൈകളാലുള്ള സേവ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഗ്രഹ ആരാധികളെ താൻ സത്യദൈവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താണ് താൻ അവിടെ ഉപയോഗിച്ചത്? പരിജ്ഞാനം. മനസ്സിലായോ? അല്ലാണ്ട് താനൊരു വിഗ്രഹത്തെ പ്രൊമോട്ട് ചെയ്യല്ലായിരുന്നു. താൻ ഈ വിഗ്രഹാരാധകരെ, ആ വിഗ്രഹാരാധകരെ ഇതാ ഏകസത്യ ദൈവമായ സ്വർഗസ്ഥ പിതാവിങ്കലേക്ക് ക്രിസ്തുവിലൂടെ എത്തിക്കുവാൻ താന് ഒരു കല്ലിട്ട് കൊടുക്കുകയായിരുന്നു. അവിടെ കല്ല്, ഒരു ചവിട്ട് കല്ല് ഇട്ട് കൊടുക്കുകയായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ പാലം എന്നൊക്കെ? എറണാകുളവും വൈപ്പിൻകരയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഗോശ്രീ ബ്രിഡ്ജില്ലേ, അതേപോലെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയായിരുന്നു താൻ. എന്തുകൊണ്ട്? ദൈവം തന്ന പരിജ്ഞാനം കൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. So one example of this wisdom is seen in the book of Acts chapter 17 verse 20 onwards, and this is a passage that is read by that is learned not just by biblical scholars or believers, but also for many people who are studying literature. And here Paul is in Athens, and in Athens he sees that there is lot of idols everywhere. Now, as per the Old Testament, creating idols is sin, but Paul did not start by becoming angry at anybody, but he start by saying that for men of Athens, I see that you are very religious in all aspects. For a while I was passing through and examining the objects of your worship, I also found an altar with this inscription, to an unknown God. So he started by complimenting them for religiosity, and then moving on to an altar that is set altar to an unknown God. And he then said that I am going to speak about this unknown God that you worship. And from there he took it forward by saying
this unknown God does not dwell in temples made by hand, nor is he served by human hands, because he is the one he is the Lord of heaven and earth, and he is the one who created heaven and earth and created human beings. So you see the wisdom of Paul here, who starts from who deals with things wisely and shares the gospel of Christ. പ്രിയ സഹോദരികളെ, നിങ്ങൾ ആ വചനം ഒന്ന് വായിക്കണം, വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് പഠിക്കണം. ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അത്രയും വായിക്കുന്നില്ല. അവിടെ അതിൻ്റെ 17:22 പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അഥേന പുരുഷന്മാരെ നിങ്ങളെല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. ആർക്കും ദേഷ്യം വരില്ല. അപ്പോൾ വേർഡ് അതനുസരിച്ചാണ് താൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. വേണമെങ്കിൽ നമുക്ക് വിളിച്ചു പറയാം, പൗലോസേ അങ്ങനെയൊന്നും അല്ല, ഒരു വിഗ്രഹാരാധികളാ. പൗലോസ് വ്യക്തതയോട് പറയുകയാണ്, നിങ്ങൾ അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. തുടർന്ന് ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്താ കണ്ടേ? വേദിക്കല്ല്, വിഗ്രഹത്തെ കണ്ടു എന്ന്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഏത്? ഈ വേദിക്കല്ലേ. അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഹല്ലേലൂയ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഹല്ലേലൂയ. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. എന്താ ഇവിടെ ചെയ്യുന്നേ? ഇവിടെ ചെയ്യുന്ന വേറൊന്നുമല്ല. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഒരു പാലം ഇടുകയാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ കണ്ടിട്ടില്ല, ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ചില വീട്ടിലൊന്നും കയറാൻ പറ്റത്തില്ല, വെള്ളം ഇങ്ങനെ അറിഞ്ഞു കിടക്കും. അപ്പോൾ അവിടെയുള്ള കാരണവന്മാർ എന്താ ചെയ്യണേ? കയറാൻ പറ്റാതിരിക്കുമ്പോൾ ഈ കല്ലിട്ട് കൊടുക്കുന്നുണ്ടോ? കല്ലിട്ട് കൊടുക്കുന്നുണ്ടോ? ചവിട്ടിക്കയറാൻ, വെള്ളം തൊടാതെ ചവിട്ടിക്കയറാൻ. ഇതാ ഇവിടെ ഇപ്പോൾ 2 മീറ്റർ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകണം. എന്തു ചെയ്യും? വിവരമുള്ളവൻ നടുവിലൊരു കല്ല് ഇട്ട് തരും, ഇല്ലേ? ഇതേപോലെ പലയിടത്തും ഒരു കല്ലുകൾ ഇട്ട് കൊടുക്കണം. എന്തിനാണെന്നറിയാമോ? ആ കല്ലിൽ നിർത്താനല്ല, ആ കല്ല് ഉപയോഗിച്ച് ഈ വ്യക്തി വെള്ളം തൊടാതെ അക്കരെ എത്തണം, ഇല്ലേ? അക്കരെ എത്തണം. ഇതേപോലെ വിഗ്രഹാരാധകരായ ദൈവത്തെ അറിയാത്ത വ്യക്തികളെ ദൈവസന്നിധിയിൽ സ്വർഗരാജ്യത്തിൽ എത്തിപ്പാൻ ദൈവം തരുന്ന ജ്ഞാനം പൗലോസിനെ പോലെ ഞാനും നിങ്ങളും ഉപയോഗിക്കണം. മനസ്സിലായോ? ഇത് ഇവിടുന്ന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ കല്ലിൻ്റെ ആവശ്യം ഇല്ല. പിടുത്തം കിട്ടിയാ? ഇത് തന്നെയല്ലയോ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്? ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ചുറ്റും സ്കഫോൾഡിങ് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആരും ചെന്ന് പറയോ, എടോ മാറ്റടോ, സ്കഫോൾഡിങ് മാറ്റടോ എന്ന് പറഞ്ഞാൽ ജ്ഞാനിയായ വ്യക്തി പറയും മാറ്റും കുറച്ച് കഴിഞ്ഞിട്ട്. എപ്പോഴാണെന്നറിയാമോ? പണിയൊന്ന് പൂർത്തിയായിക്കോട്ടെ. പണിയൊന്ന് പൂർത്തിയാക്കി കഴിയുമ്പോൾ സ്കഫോൾഡിങ് മാറ്റും. പിന്നെ നിങ്ങൾക്ക് മനോഹരമായ ബിൽഡിംഗ് മാത്രം കാണാം. ഹല്ലേലൂയ. ദൈവം ഒരു പണിയിലാണ്, നമുക്ക് ചേർന്ന് പണിയാം. പൗലോസ് പറയുന്നത് പോലെ ഒന്ന് പറയട്ടെ. പൗലോസിൻ്റെ ജീവിത സമയത്ത് ഒരു കൂട്ടർ പൗലോസിനെ അങ്ങോട്ട് വലിച്ചു, ഒരു കൂട്ടർ പൗലോസിനെ ഇങ്ങോട്ട് വലിച്ചു. അങ്ങോട്ട് വലിച്ചവർ യഹൂദന്മാരാ. പൗലോസേ പറയ്, എന്ത് അഗ്രചർമ്മം വേണമെന്ന്, പരിച്ഛേദനം വേണമെന്ന് പറയ്. ജാതികൾ ഇങ്ങോട്ട് വലിച്ചു. പൗലോസേ പറയ്, പരിച്ഛേദനം വേണ്ട എന്ന് പറയ്. പൗലോസ് ഗതിമുട്ടി. പൗലോസ് പറഞ്ഞു, അഗ്രചർമ്മമല്ല, പരിച്ഛേദനമല്ല, പുതിയ സൃഷ്ടിയാ കാര്യം, ബാക്കിയല്ല ഇവിടെ കൊണ്ട് തീരം. അതുകൊണ്ട് ട്രിനിറ്റി അല്ല കാര്യം, ഏകത്വമല്ല, ബഹുത്വമല്ല കാര്യം. ഈ പുതിയ സൃഷ്ടിയാകാൻ നോക്ക, ബാക്കിയല്ല ഇവിടെ കൊണ്ട് തീരം. ദൈവത്തിന്റെ പുത്രന്മാർ ദൈവത്തോടുകൂടെ വസിക്കാനായിട്ടിടയാവും. ദൈവത്തിന്റെ വചനം പറയുന്നു, പൗലോസ് പറയാ, അതുകൊണ്ട് നിങ്ങൾ ഇനി ആരും എനിക്ക് അസ്വസ്ഥത വരുത്തരുത്. അഗ്രചർമ്മമല്ല, പരിച്ഛേദനമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. എവിടെയാണ് പുതിയ സൃഷ്ടി? ദൈവരാജ്യത്തിൽ. ഇവിടെയോ മനുഷ്യ മക്കൾ മരണമുള്ളത്, അവിടെയോ മരണമില്ലാത്ത ദൈവമക്കൾ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് യേശുവിനെ തന്നതിനാ, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ, മനുഷ്യ മക്കൾക്ക്, മരണമുള്ളവർക്ക് മരണമില്ലാത്ത ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആ ക്രിസ്തുവെ അനുഗമിച്ച് യാത്രയാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. So let's start by just reading this verse, which is from Book of Acts chapter 17 verse 22 onwards. So Paul stood in the midst of the
Areopagus and said, Men of Athens, I see that you are very religious in all respects. For while I was passing through and examining the objects of your worship, I also found an altar with the inscription to an unknown God. So Paul is seeing lot of idols, and he's not angry. He's complimenting them for their religiosity, and then he says, I have seen an altar with an inscription to an unknown God. Therefore what you worship in ignorance, this I proclaim to you, the God who made the world and everything that is in it, since he is Lord of heaven and earth, does not dwell in temples made by human hands, nor is he served by human hands as though he needed anything, since he himself gives to all people life and breath and all things. So he starts from there and shares the gospel to everyone there. And this is seen in our own houses as well. Suppose in front of our house, because because there is a lot of water logging and the rain is heavy and the water is heavy, so we put a stone in front of the house so that we can step on that stone and move to the other land, move to the dry land. And that's what Paul is doing. While constructing a house, we have scaffoldings. After the roof is fixed, we have scaffoldings for a few days. So, and later on, nobody shouts and say, hey, remove that scaffolding now, because the answer to that is, after a few days we will remove the scaffolding when the roof is set, and then it will be a beautiful house. So we should deal with wisdom. And this is also seen when in Paul's life again, when the Jews were saying, hey, promote circumcision, and the Gentiles were pulling him in the other direction, saying, hey, you should rebuke the Jews who are asking us to be circumcised. And how does Paul reply to that? Paul replied to that saying that it is neither circumcision nor uncircumcision. The new creation is what matters, and that's wisdom. നമുക്ക് ദിവസം എഴുന്നേക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പൗലോസ് ഒരിക്കലും വിഗ്രഹാരാധനയെ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നില്ല. പൗലോസ് ദൈവം കൊടുത്ത ജ്ഞാനം പരിജ്ഞാനമായി അപ്ലൈ ചെയ്യുകയായിരുന്നു. എന്തിന്? ഈ വിഗ്രഹാരാധികളെ ആത്മാവാകുന്ന ദൈവത്തെ സേവിക്കുന്നവരായി ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുവാൻ. ജ്ഞാനം കൊണ്ട് വീട് പണിയുന്നു. ജ്ഞാനം നിറയെ വിശുദ്ധ ബൈബിളിലുണ്ട്. നമുക്ക് അത് തിരിച്ചറിയുന്ന ലെവലിലേക്ക് വരുമ്പോൾ അത് വിവേകമായി മാറി, അത് അണ്ടർസ്റ്റാൻഡിംഗ് ആയി മാറി. തുടർന്ന് നമ്മുടെ അനുദിന ജീവിതവേളകളിൽ നാം അത് അപ്ലൈ ചെയ്യുമ്പോൾ, ജ്ഞാനം അപ്ലൈ ചെയ്യുന്നതാണ് പരിജ്ഞാനം. പരിജ്ഞാനമില്ല എങ്കിൽ പുരോഹിതൻ ജനത്തെ നശിപ്പിക്കുന്നു. പരിജ്ഞാനമില്ലാത്ത ഭാര്യയും ഭർത്താവും കുടുംബത്തെ നശിപ്പിക്കുന്നു. പരിജ്ഞാനമില്ലാത്ത ബിസിനസ്സുകാരൻ ബിസിനസ് നശിപ്പിക്കുന്നു. തക്ക സമയത്തെ ആഹാരമാണ് ഇന്ന് നമുക്ക് ആവശ്യം. അത് നമുക്ക് ലഭ്യമാകുന്നത് സ്പിരിറ്റ് നെറ്റിലൂടെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോഴപ്പോൾ ഉള്ള ചിന്തകൾ, ദൈവത്തിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് മാത്രം അറിയുന്നു. അത് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുന്നു. ദൈവം നമുക്ക് തന്ന ശരീരം എന്ന മോണിറ്റർ ഉപയോഗിച്ച് അത് നമ്മൾ ജഡത്തിലൂടെ വെളിപ്പെടുത്തുന്നു. അതുവഴി ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നു. ഇമ്മാനുവൽ ലോകത്ത് സംഭവിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു ജീവിച്ച അതേ പാറ്റേണിൽ ജീവിപ്പാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. എന്നാൽ നമുക്കത് കഴിയുന്നില്ല. കാരണം പുതിയ സൃഷ്ടിയെക്കുറിച്ചുള്ള ആ മർമ്മം നമുക്കറിയുകയില്ല. ഇതാണ് പൗലോസ് പറഞ്ഞത്, ഇനി തർക്കങ്ങളൊന്നും വേണ്ട. പഴയതോ പുതിയതോ അഗ്രചർമ്മോ പരിശോധന ഇതൊന്നുമല്ല കാര്യം. പുതിയ സൃഷ്ടിയാണ് കാര്യം. ആ പുതിയ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ മകൻ. അവക്കാണ് മരണമില്ലാത്തത്. ആ പുതിയ സൃഷ്ടിയിലേക്ക് ക്രിസ്തു നമ്മളെ കൊണ്ടുവന്നു. ഇനി ആ ക്രിസ്തുവെ അനുഗമിച്ച്, ക്രിസ്തുവെ അനുസരിച്ച്, ക്രിസ്തുവിന് എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ട് നമുക്ക് പിതാവിങ്കിലേക്ക് യാത്രയാണ്. നമുക്കിനി മനസ്സില്ലാത്തവരായി, ഞാൻ അറിഞ്ഞത് സത്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട്, അനേകരെ കേൾക്കാതെ, ഹവ്വ പോയതുപോലെ പലതും കേൾക്കുവാൻ പോകാതെ, ഒന്ന് മാത്രം മറിയ തിരഞ്ഞെടുത്തതുപോലെ ക്രിസ്തു പറഞ്ഞത് മാത്രം കേൾക്കുക. എന്നാൽ ഇന്ന് നമ്മളുടെ സഭകളിൽ ക്രിസ്തു പറഞ്ഞതില്ല എന്ന സത്യം നാം തിരിച്ചറിയുക. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വചനം കേട്ട്
അതാണ് ക്രിസ്തു പറഞ്ഞത്. എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് വേണ്ടത് ക്രിസ്തു പറഞ്ഞതാണ്. ആ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തത്, അതാണ് നമുക്ക് വേണ്ടത്. യേശു ഇങ്ങനെ പറയുന്നു, നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നു, പക്ഷെ ഞാൻ പറഞ്ഞതെന്താണ് ചെയ്യാത്തത്? നമ്മൾ തിരിച്ചു പറയും, കർത്താവേ അങ്ങ് എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, 4 സുവിശേഷങ്ങളും കർത്താവ് എന്താ പറഞ്ഞതെന്നുണ്ട്. അങ്ങനെ പിതാവും പുത്രനും ഒരുമിച്ച് താമസിക്കുന്നതാണ് സുവിശേഷം. അതിലേക്കുള്ള വഴിയും വാതിലും ഒരുക്കിയ രക്ഷാനായകനാണ് ക്രിസ്തയേശു കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമകനെ പ്രിയമകളെ, നിങ്ങൾ ആരെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, അല്ല ഇതുവരെയും യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ സമയം അതിനുള്ള സമയമാണ്. മോനെ, നീ ലോകത്തിൽ പഠിക്കുന്നതൊക്കെ നല്ലതാ. പക്ഷേ നീ ഇവിടെ എന്ത് പഠിച്ചാലും 1ാം ക്ലാസ് മുതൽ 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്, സൈൻ തീറ്റ, കോസ് തീറ്റ, കൊസീക്കൻ തീറ്റ, വലുത് ധാരാളം നീ പഠിച്ചു. ഇതെല്ലാം പഠിച്ചാലും അതെല്ലാം സെമിത്തേരി കൊണ്ട് തീരും. എന്നാൽ യേശു കർത്താവിനെ നിന്റെ രക്ഷകനും നിന്റെ കർത്താവുമായി ഏറ്റുപറഞ്ഞ് പാപങ്ങൾക്ക് പരിഹാരം ലഭിച്ച ശേഷം യേശുവെ അനുസരിച്ച്, യേശുവെ അനുഗമിച്ച് നീ യേശുവോട് പഠിക്കുന്നുവെങ്കിൽ, യേശു ഇങ്ങനെ പറഞ്ഞു, എല്ലാം വിശ്വസിക്കുന്നവൻ മരിച്ചാലും മരിക്കുകയില്ല, നിത്യം ജീവിക്കാം. ആ ഹെവൻലി എഡ്യൂക്കേഷനിലേക്ക് പ്രിയമകനെ പ്രിയമകളെ, ഇതാ സ്വർഗത്തിലെ ദൈവം നിന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. തീരുമാനമെടുക്കുന്നവർ, യേശുവേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ദൈവത്തിൻ്റെ പുത്രനാണെന്നും അങ്ങ് മരിച്ചത് എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ കർത്താവായ, എൻ്റെ രാജാവായ എന്നെ കടന്നു വരണമേ, എന്നെ സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് ഇങ്ങ് നയിക്കണമേ എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഹൃദയം കൊണ്ട് കർത്താവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നുവെങ്കിൽ, അത് വാ കൊണ്ട് ഏറ്റുപറയുന്നുവെങ്കിൽ, എൻ്റെ പ്രിയമകനെ പ്രിയമകളെ, നീ കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ഇതാ സ്വർഗീയ ഭവനത്തിൽ വീണ്ടും ജനിപ്പാൻ അത് നിന്നെ സഹായിക്കുകയും ചെയ്യും. തുടർന്ന് യേശുവോട് പഠിച്ച് യേശുവെ ശ്രദ്ധയോടെ കേട്ട്, പിതാവ് ഇതാണ് നമ്മളോട് പറഞ്ഞത്, ഇതാ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. അതിൻ്റെ അർത്ഥം ഇവന് പറയാൻ ചിലതുണ്ട്. ആ പറഞ്ഞത് നീ ശ്രദ്ധിക്കേ. അപ്പൻ എന്താണോ പറഞ്ഞത് അത് ശ്രദ്ധിക്കേ. ചുറ്റുമുള്ളവർ കാണിക്കുന്നതല്ല, അപ്പൻ എന്താണ് പറഞ്ഞത് അത് ശ്രദ്ധിക്കേ. ഇവന് ചെവി കൊടുപ്പിൻ. ഇവൻ്റെ കയ്യിലൊരു സന്ദേശമുണ്ട്. ആ സന്ദേശമാണ് സുവിശേഷം. അതാണ് ക്രിസ്തുവിൽ നമ്മൾ ഒരുമിച്ച് പിതാവോടുകൂടെ വസിക്കുന്ന ആ മഹാസന്തോഷം. അതിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സമർപ്പിക്കുന്ന മക്കൾക്കായി സ്തോത്രം. സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന പരിജ്ഞാനത്താൽ ഞങ്ങളുടെ ജീവിതം മനോഹരമാക്കുക എന്ന സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, പലപ്പോഴും ജ്ഞാനമെന്തെന്നും വിവേകമെന്തെന്നും പരിജ്ഞാനമെന്തെന്നും അറിയാതെ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പല മനസ്സുള്ളവരായി തീർന്നു. ഞങ്ങൾ പലരെയും കേട്ടു. എന്നാൽ ഇനി ക്രിസ്തുവെ മാത്രം കേൾക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. പല മനസ്സുള്ളവരായി ഞങ്ങൾ അസ്ഥിരന്മാരാണെന്നും, എന്നാൽ ക്രിസ്തുവിൽ ഒരു മനസ്സുള്ളവരായി, ആ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി ഞങ്ങൾ വളരണമെന്നുള്ള ആ സത്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോയി ഞങ്ങളെ അവരെ സഹായിക്കണമേ. ഈ ജനത്തെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവദാസന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല പിതാവേ, ഇവരെല്ലാവരും അങ്ങനെ ഉപദേശിക്കപ്പെട്ടവരും അങ്ങയുടെ വഴിയിൽ നടക്കുന്നവരുമായി, അനേകം അങ്ങയുടെ വഴി നടത്തുന്നവരുമായി തീരുവാൻ ഞങ്ങളുടെ മക്കളെ അങ്ങ് സഹായിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഫാമിലികളിൽ ദൈവത്തിൻ്റെ സമാധാനം കൽപ്പിക്കുന്നു. ബിസിനസ്സുകളെ അനുഗ്രഹിക്കുന്നു. ഈ മക്കൾ കൊടുത്തിട്ടുള്ള എല്ലാ ആത്മീക ഭൗതിക എല്ലാ കൃഷി മേഖലകളെല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സമാധാനം കൽപ്പിക്കുന്നു. രോഗികളായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, പ്രിയമകനെ പ്രിയമകളെ, ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുക. എവിടെയെങ്കിലും പാപം ചെയ്ത് നമ്മൾ പിശാചിന് ഇടം കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ട്, യേശു കർത്താവ് രക്തത്താൽ കഴുകപ്പെടുവാനും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആയിരിക്കുന്ന വ്യക്തികൾക്ക്, വിശ്വാസത്തോടെ ആയിരിക്കുന്നവർ തങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിൽ, വേദനയുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വച്ചാട്ടെ. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനിടയാകും. സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ആ സൗഖ്യം ഇപ്പോൾ പ്രാപിപ്പാൻ തയ്യാറായിക്കാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തയേശുവിൻ്റെ അടിപ്പിണരുകളിലൂടെ ഞങ്ങൾക്ക് നൽകിയ സൗഖ്യം ഇപ്പോൾ
ഈ വിശ്വാസയുടെ കരം വെച്ചിരിക്കുന്ന ഈ ജനത്തിൻ്റെ മേൽ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുകയാ, ജനം സൗഖ്യമുള്ളവരായി തീരട്ടെ. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്ത് കുടുംബങ്ങളെ അങ്ങയുടെ സമാധാനം കൽപ്പിക്കുന്നു. സർവ്വമഹത്വം ഞങ്ങൾക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. We thank you, Heavenly Father. We thank you, Lord Jesus. Thank you, Holy God. Thank you. In Jesus' name.